Good morning, dear friends. With immense pleasure, we welcome you all to this special event. We are thrilled to have you all for an interactive session with Sri P.K. Sudhi, famous Malayalam novelist and children's writer. I would like to extend a warm heartfelt welcome to our dear guest. Welcome, sir. To start the session, I would like to invite Srimati Moni Madam to formally welcome the guest. Good morning, all. It's a golden opportunity which you are going to get. Okay. On this occasion, I welcome our chief guest and all of you and your sir, librarian sir, Mr. Faisal, to have an active participant. No, sir will be interacting with you and you students after the interactive section play an active role in that one. So wish you a happy and fruitful day. Make this opportunity a wonderful one, which may continue in future years also. And okay, thank you. Thank you, ma'am. Now, we will listen to Sri P.K. Sudhi, Malayalam novelist and short story writer. I invite sir to address the members of our Readers Club. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും പത്രം വായിക്കുന്നവരാണല്ലോ അല്ലേ? വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല, പത്രം ഇനി വായിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമ്മളെ ഈ ധോണിയിൽ കുറച്ച് നാൾ മുമ്പ് ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. എന്താണ്? PT7 ആണ് അല്ലേ? ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അതിനോട് ദേഷ്യമുണ്ടോ, കരുണയുണ്ടോ PT7നോട്? കാരണം അത് വന്നു ആക്രമിച്ചു, ആൾക്കാരൊക്കെ ഉപദ്രവിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ദേഷ്യം തോന്നി അതിനോട്? PT7നോട് തോന്നിയില്ല? ആർക്കും തോന്നിയില്ല? അപ്പൊ ആന വന്ന് നമ്മുടെ ഇടയിൽ വന്ന് നമുക്ക് ദേഷ്യം തോന്നൂലേ? നമ്മളെ വീടൊക്കെ തകർത്താലോ? അപ്പൊ നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ, ഭയങ്കര കരുണയുള്ള കുട്ടികളാണല്ലോ. കാരണം എനിക്ക് ആ ആനയോട് ഭയങ്കര സങ്കടം തോന്നി, സഹതാപം തോന്നി, അനുതാപം തോന്നി. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ ചെറുതിലെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് പഠിക്കുന്ന കാലത്ത് കളറിൽ പുസ്തകമൊന്നുമില്ല, എല്ലാം എന്താണ്, കറുത്ത പുസ്തകങ്ങളാണ്, കറുത്ത ചിത്രങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, കളറേ ഇല്ല. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, സുജാതയും ആനയും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. കളർ പുസ്തകമാണ്. അത് ഒരുപാട് പേജൊന്നുമില്ല, ഒരു 8-10 പേജ് മാത്രമേ ഉള്ളൂ. അതിലെ കഥ ഇതാണ്. കാട്ടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ സുജാത എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു, സുജാത. അപ്പൊ സുജാത എന്ന് പറയുന്ന പേരാകുമ്പോൾ എന്തായിരിക്കും? ആൺകുട്ടിയായിരിക്കും പെൺകുട്ടിയായിരിക്കും? പെൺകുട്ടിയായിരിക്കും. ചെറിയ കുട്ടിയാണ്, ഒരു 10 വയസ്സുള്ള കുട്ടിയാണ്. ഈ സുജാതയെ കാണാനായിട്ട് കാട്ടിൽ നിന്ന് ഒരു ആന ഇറങ്ങി വരും രാത്രി. കൊടുങ്കാട്ടിൽ നിന്ന് ഇങ്ങനെ ആനത്താരയിലൂടെ ഇറങ്ങി, പാടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആന വരുമ്പോൾ എന്ത് ചെയ്യും? പാടങ്ങളൊക്കെ ചവിട്ടി മതിക്കും അല്ലെ? ചവിട്ടി മതിക്കും. കൃഷിയൊക്കെ നശിപ്പിച്ചുകൊണ്ട് സുജാതയുടെ വീട്ടിന് മുന്നിൽ ഈ ആന എന്നും വരും. അപ്പൊ ആദ്യത്തെ എന്താണ് പടം? എന്താണ്? ഒരു ചെറിയ കുടിൽ, ഓലക്കുടിൽ, അതിന്റെ മുറ്റത്ത് സുജാത നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്, കളർ ചിത്രം. ആന വരുന്ന ഒരു ചിത്രം അടുത്ത പേജിലുണ്ടാവും. അങ്ങനെ ആന വരുന്നു. അപ്പൊ ഈ ആനയും സുജാതയും ഭയങ്കര നല്ല ഫ്രണ്ട്സായി മാറി, കട്ട ഫ്രണ്ട്സായി മാറി, ആനയും സുജാതയും അല്ലെ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കഥയാണ് കേട്ടോ. അപ്പൊ ഈ ആനയെ വെടിവെക്കുക അല്ലെങ്കിൽ അമ്പെയ്യുക, കൊല്ലുക എന്നുള്ള തീരുമാനം എടുക്കുന്നു. അപ്പൊ ഈ വിവരം ആരറിഞ്ഞു? സുജാത അറിഞ്ഞു. അങ്ങനെ സുജാത ആന പിറ്റേ ദിവസം വരുന്ന സമയത്ത് രാത്രിയിൽ ചെന്നിട്ട് സുജാത പറയും, നാളെ മുതൽ നീ എന്നെ കാണാൻ വരണ്ട, ഇവിടെ ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ, സംഭവങ്ങൾ ഇതാണ്, നമ്മൾ തമ്മിലുള്ള സ്നേഹമൊക്കെ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ എന്താണ്, ആൾക്കാർ മുഴുവൻ ഇളകിയിരിക്കുകയാണ്, അതുകൊണ്ട് നീ തിരിച്ചു പോയി, ഇനി മേലാൽ വരരുതെന്ന് സുജാത ആനയോട് പറയും. ആന തിരിച്ചു പോകും. അപ്പൊ ആ സുജാതയുടെ കുടിലിന്റെ മുന്നിൽ വളരെ വിഷണ്ണയായി നിൽക്കുന്ന ഒരു ചിത്രം അടുത്ത പേജിലുണ്ട്. അപ്പൊ ഈ കഥ ഞാൻ വായിച്ച വളരെ കുട്ടിക്കാലത്താണ്. അപ്പൊ ഈ കഥ വായിച്ചതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനും
ഭക്ഷണത്തിനും ഒക്കെ വേണ്ടിയിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനയോടൊക്കെ എന്താണ് എനിക്ക് അനുതാപമാണുള്ളത്, അതിനോട് എനിക്ക് ദേഷ്യമില്ല, അല്ലേ? കാരണം അതെന്തിനാണ്? വെള്ളം കുടിക്കാനല്ലേ വരുന്നത്. നമ്മളും വെള്ളം ദാഹിക്കുമ്പോഴേ വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. ആനയ്ക്ക് കൊടുങ്കാട്ടിൽ വെള്ളമില്ല, ഭക്ഷണമില്ല, അപ്പൊ ആന എന്ത് ചെയ്തു? ഇറങ്ങി വന്നു, അല്ലെ? അങ്ങനെ പല ജീവികളെ ഇറങ്ങി വരുന്നു. അപ്പൊ വരുമ്പോൾ നമ്മൾ അതിനെ വെടിവെക്കുന്നത് നല്ലതോ ചീത്തയോ, അല്ലെ? എന്തോ ആവട്ടെ, അതെന്തോ ആവട്ടെ. പക്ഷേ അങ്ങനെ ഇങ്ങനെയുള്ള കഥകളൊക്കെ വായിച്ച ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്തായിരിക്കും ചെയ്യുന്നത്? ആനയെ കൊല്ലാതെ ആന വരാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ആനയ്ക്ക് കാട്ടിനകത്ത് സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനങ്ങളുണ്ടാവും, അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാം മിടുക്കനായിട്ടുള്ള കുട്ടികളാണ്, ഡോക്ടർമാരാവും, എഞ്ചിനീയർമാരാവും, ചിലർ വലിയ ഫോറസ്റ്റിൽ വലിയ IFS ഓഫീസർമാരാകും, അല്ലെ? അപ്പൊ നിങ്ങളൊക്കെ IFS ഓഫീസർ ആവുമ്പോൾ നിങ്ങൾ ഈ സുജാതയുടെ കഥ, സുജാതയും ആനയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ, ആ രസകരമായ കഥ വായിച്ചിട്ടുള്ള, കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ വലിയ മിടുക്കരായിട്ടുള്ള IFS ഓഫീസർമാരൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഇങ്ങനെ വരുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുകയല്ല, മറിച്ച് അവര് വരാനുള്ള സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ലെ? അപ്പൊ നമ്മള് പുസ്തകങ്ങൾ, സാഹിത്യകൃതികൾ വായിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? ഒരു ഡോക്ടറാണ് പുസ്തകങ്ങൾ വായിക്കുന്നതെങ്കിൽ, ആരോഗ്യ നികേതനം എന്ന് പറയുന്ന പുസ്തകമുണ്ട്, അത് നിങ്ങൾ വലുതാകുമ്പോൾ വായിക്കണം. ഒരു ബംഗാളി നോവലാണ്. മരുന്ന് എന്ന് പറയുന്ന നോവലുണ്ട്, മലയാളത്തിലെ നോവലാണ്, അത് മലയാള നോവലാണ്. അപ്പൊ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ, ഇത് മെഡിക്കൽ സയൻസിനെ സംബന്ധിച്ചുള്ള നോവലുകളാണ്. അപ്പൊ ഇതൊക്കെ വായിച്ചാൽ ഒരു ഡോക്ടർ രോഗികളോട് എങ്ങനെ പെരുമാറും? വളരെ കരുണയോടുകൂടി പെരുമാറും, അല്ലെ? നിങ്ങളൊക്കെ ഡോക്ടറെ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ, അല്ലെ? ഡോക്ടർക്ക് കാരുണ്യമില്ലെങ്കിലോ? ഇപ്പൊ അധ്യാപകന് കുട്ടികളോട് ദേഷ്യമാണെങ്കിലോ എപ്പോഴും കുട്ടികളെ ഉപദ്രവിക്കും, അല്ലെ? ഇപ്പൊ അങ്ങനെ പറ്റില്ല, എന്നാൽ തന്നെയും. പക്ഷേ സ്നേഹമുള്ള, നിങ്ങൾ വാത്സല്യമുള്ള ഒരുപാട് അധ്യാപകർ ഇവിടെ അല്ലേ? അവർ നിങ്ങളെ വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് നിങ്ങളെ ശരിയായ വഴിമുறை കൊണ്ടുപോകാൻ ശ്രമിക്കും, അല്ലെ? അപ്പൊ അത് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള വായന, അല്ലെ? സിനിമ കാണൽ, പാട്ട് കേൾക്കൽ, ഇങ്ങനെയുള്ള കലകൾ ആസ്വദിക്കുന്നതിലൂടെയാണ് ഒരാളിന്റെ മാറുന്നത്? ഇമോഷണൽ കോഎഫിഷ്യന്റ് വർദ്ധിക്കുന്നത്. അപ്പൊ നമുക്ക് ജീവിക്കാൻ ഇന്റലിജന്റ് കോഎഫിഷ്യന്റ് മാത്രം പോരാ, നമ്മൾ മിടുക്കരായ മാത്രം പോരാ, മറിച്ച് നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ സമൂഹത്തിനോട് ചില കടപ്പാടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെയും ജീവികളുടെയും ബുദ്ധിമുട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വഴി എന്താണ്? നമുക്ക് സഞ്ചരിച്ചാലൊക്കെ മതി, അല്ലെ? പക്ഷെ നമുക്കിപ്പോ ആഫ്രിക്കയിലുള്ള ആൾക്കാരുടെ സങ്കടത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുമോ? ഞാൻ നേരത്തെ കൊളംബിയയിലെ കഥ പറഞ്ഞു, നമുക്ക് അവിടെ പോയി അറിയാൻ പറ്റില്ലല്ലോ. മറിച്ച് നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ പുസ്തകങ്ങൾ വായിക്കുക, അല്ലെ? സിനിമകൾ കാണുക, അപ്പോഴാണ് നമുക്ക് ഇതിനെ മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഇപ്പോൾ എന്താണ്, ഒരു 16 വയസ്സാകാൻ പോകുന്ന കൂട്ടുകാരാണ്, അല്ലെ? അപ്പൊ അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പീരീഡാണ് ഏതാണ്? 16 വയസ്സ്. ഇപ്പൊ നമ്മൾ എല്ലായിടത്തും കണ്ടില്ല, ലഹരിക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടില്ല പലയിടത്തും. ഇവിടെയും ചിലപ്പോൾ പോലീസ് ഓഫീസർമാരൊക്കെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടാവും, അല്ലെ? ലഹരിക്കെതിരെ. അതെന്തിനാണ്? കാരണം ഈ കുട്ടികളായ നിങ്ങളുടെ അടുത്ത് ലഹരി ഉപയോഗം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് സംഭവിക്കുന്ന നഷ്ടം, അതായത് നിങ്ങൾക്ക് സംഭവിക്കുന്ന ആപത്ത് രാജ്യത്തിന്റെ നഷ്ടമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങൾ അതിനകത്തേക്ക് പോകില്ല. അപ്പൊ ഈ വിവരം നമ്മളെ അറിയിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ്? ഈ ഒരു 16 വയസ്സിലാണ്, അല്ലെ? ഈ 16 വയസ്സിനകത്ത് നമ്മൾ പുകവലിക്കെതിരെ നമ്മളൊരു തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിനെതിരെ തീരുമാനം എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പുസ്തകങ്ങൾ വായിക്കാൻ തീരുമാനം എടുക്കുന്നു. അതൊക്കെ നമുക്ക് എന്താ, നമ്മുടെ അടിസ്ഥാന ഗുണങ്ങളായിട്ട് മാറും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ റീഡേഴ്സ് ക്ലബിലെ എല്ലാ ആൾക്കാരും വായിക്കുന്നവരാണ്. ഈ 16 വയസ്സിന്റെ പ്രാധാന്യം റീഡേഴ്സ് ക്ലബിലെ കൂട്ടുകാർ മറ്റുള്ള എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിന് നമുക്ക് ബുദ്ധിക്കൊപ്പം തന്നെ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? നമുക്ക് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ആവശ്യമാണ്, അല്ലെ? അത് നമുക്ക് മനസ്സിലാക്കാം. ഈ നാസയിലെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, ജോർജ് ലാൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു അമേരിക്കയിൽ വലിയൊരു ഒരു പഠനം നടത്തി. അദ്ദേഹം പ്രീ സ്കൂൾ കുട്ടികളിലാണ് പഠനം നടത്തി. 1600 പ്രീ സ്കൂൾ കുട്ടികളെ അദ്ദേഹം പഠനത്തിന് വിധേയമാക്കി. അപ്പൊ ഈ കുട്ടികളിൽ 98% പേരും ക്രിയേറ്റീവാണ്. എന്താണ് ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ? എന്താണ്? സർഗാത്മകത, അല്ലെ? പാട്ട് പാടുന്നു, കളിക്കുന്നു, സ്പോർട്സ് പങ്കെടുക്കുന്നു, ചിത്രം വരയ്ക്കുന്നു, എഴുതുന്നു, അല്ലെ? പിന്നെ എന്താണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നു. ഇങ്ങനെയുള്ള ക്വാളിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രിയേറ്റിവിറ്റി, സർഗാത്മകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ജോർജ് ലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്
ഈ പ്രീ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ നടത്തിയ പഠനത്തിൽ എന്താണ് 98% കുട്ടികളും ക്രിയേറ്റീവ് ആണെന്ന് മനസ്സിലായി. എന്നിട്ട് ഈ സെയിം മെത്തഡോളജി വെച്ചുകൊണ്ട് ഇദ്ദേഹം ഈ സ്റ്റഡീസ് റിപ്പീറ്റ് ചെയ്തു. ഈ കുട്ടികളിൽ തന്നെ ഇതേ സാമ്പിളിൽ തന്നെ അവർ ഗ്രാജുവേറ്റ് ആകുന്നവരെ അവരുടെ ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് നടത്തി. അപ്പോൾ അവർ ഓരോ വർഷം കഴിയും തോറും അവർ 8ാം ക്ലാസ്സിലായി, നിങ്ങളെ പോലെ 8ാം ക്ലാസ്സിലായി, 9ാം ക്ലാസ്സിലായി, 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന സമയത്ത് എന്താണ് അവർ ലെസ് ക്രിയേറ്റീവായി. കാരണം എന്താണ്, അവർക്ക് കൂടുതൽ പഠിക്കേണ്ട കാര്യമുള്ളത് കൊണ്ട് അവർ ക്രിയേറ്റിവിറ്റി കുറഞ്ഞു. ഇവർ ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്ത് ഈ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് 2% കുറഞ്ഞു. 2%, ഈ 1600 കുട്ടികളിൽ 2% വരെ അപ്പോഴും ക്രിയേറ്റീവ് ആയിരുന്നുള്ളൂ. അതിൽ കുറച്ച് കുട്ടികൾ, ഈ 1600 2% എത്ര ആയിരിക്കും? ഏകദേശം ഒരു എത്ര ഉണ്ടാവും, 20, 40 അല്ലെ, ഒരു 10-50 പേര് മാത്രം എന്താണ് അവർ സിനിമയിലേക്ക് താല്പര്യം എടുത്തു, അവർ സാഹിത്യം വായിച്ചു. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റിവിറ്റി കുറയുന്നതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചു. അതെന്തുകൊണ്ടാണ്? പഠനത്തിന്റെ ഭാരം കൊണ്ടാണ് അല്ലെ, വേറൊന്നും കൊണ്ടല്ല. അവര് ബാക്കി എല്ലാ കുട്ടികളും, ബാക്കി 98% കുട്ടികൾ എന്തിലേക്ക് പോയി? പഠിക്കാനുള്ള വ്യഗ്രതയുടെ ഇടയിൽ അവരെന്ത് ചെയ്തു? ഈ നോൺ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകാൻ പറ്റാതെ പോയി. അത് ഒഴിവാക്കാനാണ് നമുക്ക് എന്താണ് സ്കൂളിലെ ലൈബ്രറികളും ഇവിടെയുള്ള ഒരുപാട് മ്യൂസിക് ക്ലബ്ബ് അല്ലെ, സ്പോർട്സ്, ഇതൊക്കെ നമുക്ക് വച്ചിരിക്കുന്നത്. എന്താണ് ഇത്? നമ്മുടെ പഠനത്തിനോടൊപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പഠനം മുടക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്രിയേറ്റീവ് ആകണം. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വച്ചിരിക്കുന്നത്. അപ്പൊ ക്രിയേറ്റിവിറ്റിയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. അത് നമ്മുടെ പഠനത്തിനൊപ്പം കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ ലൈബ്രറികൾ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമല്ല, നമ്മുടെ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകങ്ങളും തരുന്നുണ്ട് അല്ലെ. എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകം, ഞാൻ നേരത്തെ പത്രം പറഞ്ഞല്ലോ, പത്രം ഇവിടെ ഉണ്ടാവും. ഇവിടെ നോക്കുമ്പോൾ തന്നെ ചില മാഗസീൻസ് ഒക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾ ലൈബ്രറി അവറിലൊക്കെ ഇതൊക്കെ വെറുതെ ഇങ്ങനെ മറിച്ചു നോക്കിയാൽ എന്താണ്, നമ്മൾ ഇവിടെ കയറിയ ആളായിരിക്കലും തിരിച്ചറിഞ്ഞു പോകുമ്പോൾ അല്ലെ. നമ്മളൊരു പുസ്തകം എടുക്കുന്നു, ആ പുസ്തകം എടുത്ത് അതിന്റെ പടമൊക്കെ നോക്കും, ചിത്രങ്ങളൊക്കെ നോക്കുന്നു, നമ്മൾ 2-3 വാക്കുകൾ വായിക്കുമ്പോൾ നമ്മൾ എന്താണ്, അങ്ങനെയുള്ള ആളല്ല, നമ്മൾ തിരിച്ചറിഞ്ഞ് പോകുമ്പോൾ ഇവിടെ സംഭവിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ വളരെ സമൃദ്ധമായൊരു സാഹിത്യവും ഒക്കെ ഉള്ളൊരു ഭാഷയാണ് മലയാളം. നമുക്ക് ഈ മലയാളം തന്നെ പല ഇപ്പൊ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ, അവിടെയുള്ള ഒരു ലാംഗ്വേജിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടായത് ഇപ്പോഴാണ്. ആ ലാംഗ്വേജ് ഇതുവരെ ആൾക്കാർ എന്ത് ചെയ്തു? പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ലായിരുന്നു. പക്ഷെ മലയാളം അങ്ങനെയാണോ? ഹിന്ദി അങ്ങനെയാണോ? ഇംഗ്ലീഷ്, ഈ ലാംഗ്വേജുകൾക്കെല്ലാം സ്ക്രിപ്റ്റ് ഉണ്ട് അല്ലേ. ഇനി മലയാളത്തിന്റെ സ്ക്രിപ്റ്റ് മാത്രമല്ല, മലയാളം നമുക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വളരെ സമ്പന്നമായ ഭാഷയും സാഹിത്യമാണ് നമുക്കുള്ളത്. നമ്മളത് നന്നായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ്, നമ്മുടെ ജീവിതം വളരെ സുന്ദരമായി മാറും അല്ലേ. നമ്മൾ സുഗന്ധമുള്ളവരായി മാറും, നമ്മൾ നല്ല പെരുമാറ്റമുള്ള ആൾക്കാരായിട്ട് മാറും. അപ്പൊ ആ സാഹിത്യകൃതികൾ അങ്ങനെ നമ്മളെ നല്ല പെരുമാറ്റമുള്ളവരാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് സാഹിത്യകൃതികളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇത്രയാണ് ഞാൻ ആമുഖമായിട്ട് ഇങ്ങനെ പറയുന്നത്. ബാക്കി നിങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി പറയാം അല്ലേ. Thank you, sir, for your admirable and motivational words. So, we are ready to kickstart the interactive session. Now, this session is open to you all. You can ask questions related to books, reading, literature, and libraries. ഞാൻ മലയാള ബുക്സ് അധികം വായിക്കാറില്ല, ഇംഗ്ലീഷാണ് വായിക്കാറ്. വായിക്കണമെന്നുണ്ട് സാർ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് മലയാളം മലയാളത്തില് നിങ്ങൾ ലൈബ്രറിയിൽ പോയാൽ നമുക്ക് ധാരാളം പത്രങ്ങൾ എടുക്കുക. ആദ്യം പത്രങ്ങൾ എടുക്കുമ്പോൾ തന്നെ അതിൽ മിക്കവാറും പത്രങ്ങളിലൊക്കെ സാഹിത്യ പേജ് ഉണ്ടാവും. പിന്നെ ലൈബ്രറിയിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളത്തിൽ മാലി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, നരേന്ദ്രനാഥ് എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ട്. ഇവരൊക്കെ മരിച്ചുപോയ എഴുത്തുകാരാണ്. നന്ദനാർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, നന്ദനാർ. അപ്പൊ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ
ഇവരൊക്കെ നേരത്തെ മരിച്ചു, 70കളിലൊക്കെ മരിച്ചുപോയ ആൾക്കാരാണ്. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ഇപ്പോഴും വളരെ നന്നായി ആൾക്കാർ വായിക്കുന്ന പുസ്തകങ്ങളാണ്. അത് നമുക്കെടുത്ത് വായിക്കാം. പിന്നെ മലയാളത്തിൽ ഐതിഹ്യമാല എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഐതിഹ്യം, വലിയ പുസ്തകമാണ് ഐതിഹ്യമാല. ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം വന്നിട്ട് 100 വർഷം കഴിഞ്ഞു. 100 വർഷം കഴിഞ്ഞ പുസ്തകം. ആ 100 വർഷം കഴിഞ്ഞിട്ടുള്ള പുസ്തകം ആണെങ്കിൽ തന്നെ മലയാളത്തിലെ ഐതിഹ്യങ്ങളാണ് അതിനകത്തുള്ളത്. ആനക്കഥകളുണ്ട്, യക്ഷി കഥകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹാരി പോട്ടറിനേക്കാളും വളരെ ഗംഭീര കഥകളാണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളെ വളരെ മാന്ത്രികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പം ആ പുസ്തകങ്ങൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഭാവന നന്നായിട്ട് ഉണരും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാലിയുടെ ഉണ്ട്, നരേന്ദ്രനാഥിൻ്റെ ഉണ്ട്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ വായിക്കുമ്പോൾ കുട്ടികളുടെ ഭാവന ഗംഭീരമായ രീതിയിൽ ഉണരും. അപ്പം നമുക്ക് ഭാവന കൊണ്ട് എന്താണ് കാര്യം? ഇമാജിനേഷൻ. അതുകൊണ്ട് എന്താണ് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നെറ്റ് എഫക്റ്റ് എന്താണ്? ഒരു എഴുത്തുകാരൻ എഴുതുന്നത് എന്തുകൊണ്ടാണ്? ഇമാജിനേറ്റീവ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. ഒരു സയന്റിസ്റ്റ് ഒരു സാധനം കണ്ടുപിടിക്കാൻ പോകുന്നു. അദ്ദേഹം എങ്ങനെയായിരിക്കും അത് കണ്ടുപിടിക്കുക? ഇതേ ക്രിയേറ്റിവിറ്റി, ഇതേ ഇമാജിനേഷൻ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടല്ലേ ഒരു സയന്റിസ്റ്റിന് ഒരു സംഗതി കണ്ടുപിടിക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പൊ നിങ്ങൾക്ക് DNA അറിയാം. DNAയുടെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. ഒരു ഹെലിക്കൽ സ്പൈറൽ ഒരു ലാഡർ രൂപത്തിലുള്ള DNA സ്ട്രക്ചർ. ആരാണ് അത് കണ്ടുപിടിച്ചത്? വാട്സണും ക്രിക്കും എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുമാരാണ് കണ്ടുപിടിച്ചത്. 1963 വാട്സണും ക്രിക്കും എന്ന് പറയുന്ന 2 സയന്റിസ്റ്റുമാർ 1963 DNAയുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരല്ല കണ്ടുപിടിച്ചത്. അവരുടെ ലാബിൽ തന്നെ റോസാലിൻഡ് എന്ന് പറയുന്ന ലേഡി ഉണ്ടായിരുന്നു, ലേഡി സയന്റിസ്റ്റ് റോസാലിൻഡ്. ഈ റോസാലിൻഡ് DNA പടം എടുത്തു, എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് പടം എടുത്തിട്ട് അവരുടെ മേശപ്പുറത്ത് വെച്ചു. പക്ഷേ ഈ റോസാലിൻഡ് എന്ന് പറയുന്ന ലേഡിക്ക്, ആ ലേഡി സയന്റിസ്റ്റിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇമാജിനറി കപ്പാസിറ്റി ഇല്ലാതെ പോയി. ഈ പടം കണ്ട, ഈ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫിക് ആ ഫോട്ടോഗ്രാഫ് കണ്ട വാട്സണും ക്രിക്കുമാണ് നമ്മളിന്ന് പറയുന്ന 3 ഡയമെൻഷണൽ സ്ട്രക്ചറുള്ള DNA ആ സ്ട്രക്ചർ അവരാണ് ഇങ്ങനെയാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ റോസാലിൻഡ് എന്ന് പറയുന്ന ആ ലേഡിക്ക് അവരാണ് ശരിക്കും അതിൻ്റെ ഫോട്ടോ എടുത്തത്. അവർക്ക് ഈ കപ്പാസിറ്റി കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, കുറെ കൂടെ കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ, അല്ലെ? നമുക്കറിയാം റോക്കറ്റ് എന്ന് പറയുന്ന സംഗതി, അല്ലെ? നിങ്ങൾക്കറിയാമല്ലോ. ഈ റോക്കറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. 3rd law of ന്യൂട്ടന്റെ പ്രിൻസിപ്പിളാണ് അതിലേക്ക് ചെയ്യുന്നത്. അതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വികസിപ്പിച്ച് കൊണ്ടുവന്ന് ഒരുപാട് സയന്റിസ്റ്റുമാരുടെ ഒരു ഇമാജിനറി സംഗതിയല്ലേ, അല്ലെ? അമ്പിളിയമ്മാവനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പോകണം എന്ന് പറയുന്ന ഒരു ആശയം വയ്ക്കുന്നത് ആരാണ്? നമ്മളീ പറയുന്ന ആ ഒരു ഇമാജിനറി കപ്പാസിറ്റി ഉള്ള എഴുത്തുകാരാണ്. അപ്പം നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, ബാലസാഹിത്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മുതിർന്നവരുടെ MD വാസുദേവനായുടെ പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് കാണാം ബഷീറിന്റെ പുസ്തകങ്ങൾ, ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്തും കൂടെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുന്നു. ആ ക്രിയേറ്റിവിറ്റി നമ്മുടെ ലാംഗ്വേജ് കപ്പാസിറ്റി മാത്രമല്ല, നമ്മുടെ വേർഡ് പവർ മാത്രമല്ല കൂട്ടുന്നത്, മറിച്ച് നമുക്ക് മറ്റുള്ള രംഗങ്ങളിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വായിച്ചു തുടങ്ങാനുള്ള പുസ്തകങ്ങളുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. ഇവിടുത്തെ ലൈബ്രറി തന്നെ നോക്കിയത് ഇഷ്ടംപോലെ മലയാളം പുസ്തകങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഏത് പുസ്തകം എടുത്ത് വായിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റമൊക്കെ ഉണ്ടാകും. കാരണം ലൈബ്രറിയിൽ എടുക്കുന്ന പുസ്തകങ്ങൾ ആരാണ് സെലക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ ലൈബ്രറിയനും ടീച്ചേഴ്സും ആയിരിക്കും, അല്ലേ? അപ്പോൾ അവർ വായിച്ചിട്ട് ക്വാളിറ്റേറ്റീവായിട്ടുള്ള പുസ്തകമാണല്ലോ ഇവിടെ വയ്ക്കുക. നിങ്ങൾക്ക് ഗുണകരമായ പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അപ്പം അങ്ങനെ നിങ്ങൾ വായന തുടങ്ങുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏത് പുസ്തകം എന്നും കിട്ടിയ വായിക്കുക എന്നുള്ളതാണ്. അതൊരു വലിയ ഒരു എനിക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമാണത്. കാരണം വെച്ചാൽ ആ പുസ്തകം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏതാണ്ട് ഒരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ കാണുന്ന പുസ്തകമാണ്. അതിന് മൊത്തം ഇമേജ് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ആരെഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വളരെ യാദൃശ്ചികമായി ഗ്രന്ഥാലോകം എന്ന് പറയുന്നൊരു മാസികയുണ്ട്. ആ മാസികയിൽ സെപ്റ്റംബർ മാസത്തിൽ ബാലസാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം വന്നിരുന്നു. അതിനകത്ത് ആ പുസ്തകത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട്, സുജാതയുടെ ആനയുടെയും പടം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിലും ആരാണ് എഴുതിയെന്ന് അതിൽ കാണിച്ചിട്ടില്ല.
അപ്പൊ ഇതെനിക്ക് ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് സംഭവിച്ചൊരു കുഴപ്പമാണ്. അപ്പൊ ഇത് നമുക്ക് എപ്പോഴും നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ എത്ര കാലം നമുക്ക് ഓർമ്മയിൽ നിൽക്കും? നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഇത് പെട്ടെന്ന് മാറിപ്പോകുന്നൊരു സംഗതിയാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ ഇതൊന്നും നമുക്ക് സൂക്ഷിക്കണം? എന്ത് ചെയ്താൽ മതി? നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പൂ വേണം. എന്താണ് കൂപ്പു? എന്താണ് കൂപ്പു? കുറി പുസ്തകം എന്നാണ് മലയാളത്തിൽ. കുറി പുസ്തകം. നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഇപ്പൊ സുജാതയും ആനയും അത് എഴുതിയത് ആരാണ്? അത് ഏത് വർഷം ഉണ്ടാക്കി? ഏത് വർഷം ഇറങ്ങി? ആരാണ് അതിൽ പ്രസിദ്ധീകരിച്ചത്? അതിന്റെ കഥ എന്താണ്? ഇത്രയും നമ്മൾ കുറിച്ചിട്ട് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? എന്തായിരിക്കും? നമുക്കൊരു വലിയ വിവരമല്ലേ കിട്ടുന്നത് അല്ലേ? ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ അസംബ്ലിയിൽ എന്താണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ സമ്മേളനം എവിടെ നടക്കുന്നു? അസർബൈജാനിൽ നടക്കുന്നു അല്ലെ? സ്റ്റാർട്ട് ചെയ്യണം. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ഡേറ്റിൽ നമ്മുടെ കുറിപ്പുസ്തകത്തിൽ ആ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, കാലാവസ്ഥാ വ്യതിയാനവും അവിടെയുള്ള പ്രധാന കാര്യങ്ങൾ നമ്മൾ കുറിച്ചിട്ടാൽ നമുക്ക് എന്തായിരിക്കും? അത് നമുക്ക് പിന്നെ ഒരു ആവശ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും അല്ലെ? ഞാൻ അവിടെ ഒരു പറഞ്ഞ കഥ നിങ്ങൾ കേട്ടിരുന്നല്ലോ അല്ലെ? എന്താണ്? ഒരു ഡോങ്കി ലൈബ്രറിയെ കുറിച്ചുള്ള കഥ പറഞ്ഞല്ലേ? അതെനിക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. അപ്പൊ പത്രത്തിൽ വായിച്ചപ്പോൾ ഇപ്പൊ എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ജോലിയൊന്നുമില്ല, ഞാൻ പെൻഷൻ ആളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ കുറിച്ചിടും. അങ്ങനെ കുറിച്ചിട്ടുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റിയത്? അത് നിങ്ങളടുത്ത് പറയാൻ പറ്റിയത്. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് വായിച്ചാലും, സുജാതയുടെ കഥയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡോങ്കി ലൈബ്രറിയെ കുറിച്ചാണെങ്കിലും ഇന്നിപ്പോ കോൺഫറൻസ് ഓഫ് പാർട്ടീസിന്റെ മീറ്റിംഗ് നടക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബുക്കിൽ ഇങ്ങനെ കുറിച്ചിടുക. അപ്പൊ ആ ബുക്ക് എന്ത് ചെയ്യും? നമ്മളോടൊപ്പം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അല്ലെ? നമ്മളോടൊപ്പം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ പേരിൽ വീട്ടുകാർ 1,00,000 രൂപ ബാങ്കിലിട്ടാൽ അത് 10 വർഷം കഴിയുമ്പോൾ എത്ര രൂപയായിട്ട് മാറും? എത്രയായിട്ട് മാറും? 10 ലക്ഷം രൂപയായിട്ട് മാറുമെന്ന് വിചാരിക്കുക. അതേപോലെ നമ്മൾ ഈ കുറിപ്പുസ്തകത്തിൽ എഴുതിയിടുന്ന ഓരോ കാര്യവും നമ്മളോടൊപ്പം എന്ത് ചെയ്യും? വളർന്നുകൊണ്ടേയിരിക്കും അല്ലെ? അത് എന്തായിട്ട് മാറും? നമുക്ക് വലിയൊരു ഡെപ്പോസിറ്റ് ആയിട്ട് മാറും അല്ലെ? നമുക്ക് ഭാവിയിൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ ഇവിടെ പാലക്കാടാണ്, നിങ്ങൾക്കറിയാം കാവശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ പാലക്കാട് അല്ലെ? ആരെങ്കിലും ഉണ്ടോ കാവശ്ശേരി എന്ന് പറയുന്നത്? ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ കാവശ്ശേരിയിൽ ഒരു കെ നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കാണുന്ന സമയത്ത് പക്ഷികളെയൊക്കെ കാണുമ്പോൾ അതിന്റെ ചെറിയ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് നോട്ട്ബുക്കിൽ. അതിനെക്കുറിച്ചുള്ള ഷോർട്ട് ഡിസ്ക്രിപ്ഷൻസ് എഴുതിയിടും. അപ്പൊ അതെല്ലാം കൂടെ വലുതായി വന്ന് അദ്ദേഹം എന്ത് ചെയ്തു? കേരളത്തിലെ പക്ഷികൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. കെ നീലകണ്ഠൻ എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം. മനസ്സിലായോ? അപ്പൊ ഈ പ്രൊഫസർ അദ്ദേഹം കാണുന്ന കിളികളെ ചിത്രം വരച്ചു. അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അദ്ദേഹത്തിന്റെ കുറെ പുസ്തകത്തിൽ വരച്ചിട്ടു. അതിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എഴുതിയിട്ടു, അതിന്റെ ഫീഡിങ് ഹാബിറ്റ്സ് എഴുതിയിട്ടു, അതിന്റെ നെസ്റ്റിംഗ് ഹാബിറ്റ്സ് എഴുതിയിട്ടു അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വായിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ സ്പോർട്സിൽ താല്പര്യമുള്ളവരായിരിക്കാം. അത് ആ സ്പോർട്സ് സംഗതികളൊക്കെ ഇങ്ങനെ കുറിച്ചിട്ടാൽ നിങ്ങളുടെ കൂപ്പു അല്ലെ? എന്താണ് അതിന്റെ പേര്? കുറിപ്പുസ്തകം അല്ലെ? ഇംഗ്ലീഷ് എന്ത് പറയാം സാറേ? ഒരു സംഗതി. അതിങ്ങനെ നോട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇങ്ങനെ വായിക്കുക, എഴുതിയിടുക. അപ്പൊ നമ്മളെ കയ്യിൽ എപ്പോഴും എന്ത് ചെയ്യുക? കുറച്ച് കടലാസൊക്കെ വെച്ചിരിക്കും. ഞാൻ ഇങ്ങനെയുള്ള സംഗതി വെച്ചിരിക്കും, ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിടും. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വലിയൊരു ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ട് മാറും അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? ലൈബ്രറി ഡയറി എന്നാണ് സാറ് പറഞ്ഞത്. അങ്ങനെ പുസ്തകത്തിന്റെ പേര് തന്നെ ലൈബ്രറി ഡയറി. അപ്പൊ ഏത് കിട്ടിയാലും എന്ത് ചെയ്യുക? കാരണം നമ്മുടെ ബ്രെയിൻ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്കത് ലൂസ് ചെയ്യും അല്ലെ? അപ്പൊ അതിലിങ്ങനെ ലൂസ് ചെയ്യാതിരിക്കേണ്ട സംഗതിയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിടുക. നമ്മൾ പഠിക്കുന്നത് അങ്ങനെയല്ലേ? ആവർത്തിച്ച് പഠിക്കുക അല്ലെ? ഒരു ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ അന്ന് പഠിക്കുന്നു, വീക്കെൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം റിവൈസ് ചെയ്യും. നമുക്കൊരു മന്ത്ലി റിവിഷൻ ഉണ്ടാവും അല്ലെ? പിന്നെ നമുക്ക് എക്സാം വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതം വളരെ രസകരമായിരിക്കും അല്ലെ? നമ്മൾ ഇതൊക്കെ വായിച്ചു, നമുക്ക് ഇത്രയും അറിവുണ്ടായി, മറ്റുള്ള ആളെ നമ്മൾ ഇത്ര വ്യത്യസ്തമായി, നമുക്ക് വളരെ ധൈര്യപൂർവ്വം എവിടെയും സഞ്ചരിക്കാൻ പറ്റും അല്ലെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ ആരൊക്കെ ഇന്നുപോലെ കുറി പുസ്തകം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു? സ്റ്റാർട്ട് ചെയ്യും. ഒരാൾ മാത്രമേ ഉള്ളൂ? അത് നന്നായിട്ട് എല്ലാവരും നമുക്കെന്തോ നഷ്ടം എന്തോ? നമ്മൾ എന്തായാലും ഒരു പേജ് വായിച്ചു, ഇപ്പൊ ആസ്ട്രോ ചിമ്പ് എന്നൊരു പേര് വായിച്ചു, അത് എഴുതിയ ആളെ പേര് നമുക്ക് അല്ലെങ്കിൽ എഴുതിയിട്ട് നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ അല്ലെ? അത് എന്ത് കാര്യം ഇങ്ങനെ നമ്മൾ എഴുതിയിടുക, അത് നമ്മുടെ ഒരു ലൈബ്രറി ആക്ടിവിറ്റിയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ലൈബ്രറിയിൽ പോയി നമ്മൾ പുസ്തകം വായിച്ചു, നമ്മൾ ഇന്ന വിവരങ്ങൾ കളക്ട് ചെയ്തു, നമ്മൾ പാഠഭാഗത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ എന്തൊക്കെ അധികം വായിച്ചു, അതിന് നമ്മളെ സഹായിച്ച പുസ്തകം ഏത്, ഇതൊക്കെ കുറിച്ചിട്ട് കഴിഞ്ഞാൽ കുറെ കളിയുന്ന മക്കളോടൊക്കെ പറഞ്ഞൂടെ? നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാം, നിങ്ങളുടെ പേരക്കുട്ടികളോട് പറയാം, ഞാനിങ്ങനെ കുട്ടിക്കാലത്ത് സുജാതയും ആനയും എന്നുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്, അതിന്റെ കഥ ഇതാണ് എന്ന് പറഞ്ഞൂടെ? നമുക്ക് പറയാമല്ലോ. അപ്പോഴ്
അത് നമുക്ക് പറയാം. അപ്പൊ അതിന് നമ്മുടെ ഓർമ്മയെ നമുക്ക് സജീവമായി നിർത്താൻ ഇങ്ങനെയുള്ള ചില ടിപ്സ് നമുക്ക് വളരെ ആവശ്യമാണ് അല്ലേ. അപ്പൊ പുതിയ കാലത്ത് എന്താണ്, ഞങ്ങളുടെ കാലത്ത് പുസ്തകങ്ങളുടെ അല്ലെ പേപ്പറിന്റെ അല്ലെ, ഇപ്പൊ പുതിയ കാലത്ത് എങ്ങനെ എഴുതണം എന്നുള്ളത് ഫൈസൽ സാർ എനിക്ക് പറഞ്ഞുതരും അല്ലെ. പുതിയൊരു കാലമാണ്. ഇപ്പൊ നമ്മൾ പേപ്പർലെസ് ഒരു സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്. നമുക്ക് എഴുതാൻ പേന പോലും വേണ്ട അല്ലെ, പേന പോലും നമുക്ക് വേണ്ട, ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആ കാലത്ത് എങ്ങനെയാണെന്നുള്ളത് സാറ് നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തു. ക്ലിയർ ആയല്ലോ. അപ്പൊ എനിക്ക് അന്നേ അറിയാവുന്നെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി എൻ്റെ അടുത്ത് സുജാതയെ ആനയുടെ കഥ പിൽക്കാലത്ത് കുറേ വർഷങ്ങൾ 60 വർഷങ്ങൾക്ക് ശേഷം ചോദിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അതിനെ കുറിച്ച് വേണം. സോറി കേട്ടോ. ഇനി ഈ ലൈബ്രറി കൊണ്ടുള്ള ഒരു വേറൊരു ഗുണം എന്താ പറയുക, നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യുക അല്ലെ. ഇപ്പൊ 2 കൂട്ടുകാർ ചോദ്യം ചോദിച്ചു. ആ രണ്ട് ചോദ്യം നമ്മളെ മാത്രമാണോ എൻട്രി ചെയ്തത്? അല്ലല്ലോ, മൊത്തം ആരെ എൻട്രി ചെയ്തു? കമ്മ്യൂണിറ്റിയെ മൊത്തം എൻട്രി ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ വായിക്കുന്ന ഓരോ കാര്യവും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പിൽക്കാലത്തോ അല്ലെങ്കിൽ ആ സമയകാലത്തോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മറ്റുള്ളവരെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ, ലൈബ്രറി ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ ഇന്നത്തെ പോലെ ഉപയോഗമൊന്നുമില്ല. അപ്പൊ അക്കാലത്ത് നമ്മുടെ എല്ലാ പാഠപുസ്തകങ്ങൾക്കും ടീച്ചേഴ്സിനെ സഹായിക്കാൻ ഹാൻഡ് ബുക്ക് ഇറക്കും ഗവൺമെന്റ്, ഹാൻഡ് ബുക്ക്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഉണ്ടാവുമായിരിക്കാം. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഈ ഫ്രണ്ട് ഇയാള് പാഠപുസ്തകം മാത്രമല്ല വായിക്കുന്നത്, ടീച്ചേഴ്സിനോട് പോയി ചോദിച്ചിട്ട് ഹാൻഡ് ബുക്ക് വാങ്ങിച്ച് വായിക്കും. അപ്പൊ ആരോ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് വേറെ കൂടുതൽ കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉപദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി എന്താണ്, പാഠപുസ്തകങ്ങൾക്ക് ഉപരി എന്ത് ചെയ്തു, ടീച്ചേഴ്സിന്റെ അടുത്ത് പോയി ഹാൻഡ് ബുക്ക് വാങ്ങാൻ തുടങ്ങി. അപ്പൊ അന്ന് ഇതേപോലെ ലൈബ്രറി വലിയ സംവിധാനങ്ങളൊന്നുമില്ല. ഇദ്ദേഹം എന്താണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നാഷണൽ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പ് കിട്ടി. അത് അന്ന് ഓൾ ഇന്ത്യ ലെവലിൽ 100 കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. മനസ്സിലായല്ലോ. പുള്ളിക്ക് 2nd റാങ്ക് കിട്ടി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 2nd റാങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടായി. ISROയിൽ ജോലി കിട്ടി. 99.3 ഗേറ്റ് സ്കോറോടുകൂടി കാൺപൂർ IIT എന്ന് അദ്ദേഹം റോബോട്ടിക്സിൽ M.Tech പാസ്സായി. അദ്ദേഹം അന്ന് അവിടെ പ്രോജക്റ്റിന് ഉപയോഗിച്ച റോബോട്ട് ഇതാണ്. എത്ര വർഷം മുമ്പാണ്? 10-35 വർഷം മുമ്പ് അദ്ദേഹം ഉണ്ടാക്കിയ റോബോട്ട് ഇപ്പോഴും ന്യൂക്ലിയർ പ്ലാന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദേഹം ISROയിൽ ജോയിൻ ചെയ്തിട്ട് നമ്മളെ GSLVയുടെ ഏറ്റവും അവസാനത്തെ ഫ്ലൈറ്റ്, കഴിഞ്ഞ വർഷം പോയ ഫ്ലൈറ്റിന്റെ ഡയറക്ടറായിട്ട് അദ്ദേഹം വിരമിച്ചു. അപ്പൊ നമ്മൾ നോക്കുള്ളൂ, നമ്മളൊക്കെ എന്ത് മാത്രമേ പഠിച്ചുള്ളൂ? പാഠപുസ്തകം മാത്രമേ പഠിച്ചുള്ളൂ. എൻ്റെ ആ ചങ്ങാതി എന്ത് പഠിച്ചു? സാറന്മാർ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിച്ചു പഠിച്ചു? ഹാൻഡ് ബുക്ക് വാങ്ങിച്ച് പഠിച്ചു അല്ലെ. അപ്പൊ ഇതേപോലെ ആയിരിക്കണം നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും വായിക്കുന്നതിനേക്കാൾ എന്ത് ചെയ്യുക, ഒരു പടി മുന്നിൽ നിൽക്കുക. അതിന് നമ്മൾ എവിടെ പോയാലേ പറ്റുള്ളൂ? ലൈബ്രറി പോയോ നെറ്റിൽ സെർച്ച് ചെയ്യോ ഒക്കെ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെ, വായിക്കുക, പഠിക്കുക, ഇതാണ് നമുക്ക് വേണ്ടത് അല്ലെ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളെ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റിയ ബുക്സ് എടുക്കാൻ അതൊക്കെ നിങ്ങളുടെ ലൈബ്രറിയോട് ചോദിക്കണ്ട. കാരണം സാറ് ഈ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് സാറ് ഞാൻ സ്കൂൾ ലൈബ്രറി ജോലി ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യം നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയാറുള്ളൂ. അത് ഞങ്ങളുടെ നല്ല മിടുക്കനായിട്ടുള്ള സ്കൂൾ ലൈബ്രറി ഉണ്ട്. സാറിനോട് ആ ചോദ്യം ചോദിക്കണം കേട്ടോ. ഒരാള് 2ാമത്തെ ചോദ്യം ചോദിക്കണം പോട്ടെ, 3ാമത്തെ ചോദ്യം ചോദിക്കാൻ 100 രൂപ വാങ്ങിക്കണം കേട്ടോ. മാച്ചെനിക്ക് തരണം കേട്ടോ. ചോദിച്ചോളൂ, കുഴപ്പമില്ല, ചോദിച്ചോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്.
നിങ്ങളെപ്പോലെ കുട്ടിയായിരുന്ന സമയത്തൊക്കെ എഴുതണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ അന്ന് വായിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്ദനാട് ഉണ്ണിക്കുട്ടൻ്റെ ലോകം, അതൊരു ഗംഭീര പുസ്തകമാണ്. നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചു നോക്കാം. അത് വായിച്ചു നോക്കാം. നമുക്ക് നമ്മളല്ലാതായി മാറും. MT വാസുദേവൻ പുസ്തകം, ബഷീറിന്റെ ബാല്യകാല സഖി, ഇന്ദുപ്പൊക്കെ ഒരു ആനയുണ്ടായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ്, ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ എന്തായിരിക്കും രസമെന്ന് തോന്നും അല്ലേ? അപ്പൊ എഴുതി നോക്കുമ്പോൾ എന്താണ്, നമ്മൾ ഒന്നും പറ്റില്ല, എഴുതാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ നിങ്ങളെപ്പോലെ ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ എത്തി. 8ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ പഠനം ഒരു ഗംഭീര സംഗതിയായിട്ട് എടുക്കുകയും പിന്നെ പുസ്തകങ്ങളൊക്കെ മറന്നു, എഴുതുന്ന കാര്യങ്ങളൊക്കെ മറന്നു. പിന്നെ ഞാനിങ്ങനെ കുറെ കാലം കഴിഞ്ഞ് MSc കഴിഞ്ഞിട്ട് വെറുതെ നടക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ടൊരു കഥ എഴുതാൻ പറ്റിയത്. അത് എവിടുന്നോ വന്നു വീണതുപോലെ വരികയും അത് ഞാനിങ്ങനെ എഴുതുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാനായിട്ട് എഴുത്തുകാരനാണെങ്കിലോ പാട്ടുകാരനാണെങ്കിലോ എന്താണെങ്കിലോ നമുക്ക് എന്ത് വേണം? ഒരു ടാലന്റ് വേണം അല്ലേ? നമുക്കൊരു സംഗതി വേണം. നിങ്ങളെല്ലാം ടാലന്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 98% സ്റ്റുഡൻസ് കുട്ടികളൊക്കെയാണ് ക്രിയേറ്റീവ് ആണ്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് ചിലപ്പോൾ പാട്ടുകാരനാവാം, ചിത്രം വരയാവാം. ഇപ്പൊ എനിക്ക് ചിത്രം വര എന്നുള്ള സംഗതി എനിക്ക് അറിഞ്ഞേ കൂടാ. അപ്പൊ ഞാൻ ചിത്രം വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് എഴുതാനുള്ള ഒരു ഗുണമുണ്ട്, ഒരു കഴിവുണ്ടായിരുന്നു. അതെങ്ങനെയോ എനിക്ക് വെളിപ്പെട്ടു അല്ലേ? പിന്നെ ഞാൻ നിരന്തര വായനയും എഴുതുന്ന സാധനങ്ങൾ റീറൈറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്ത് വലിയൊരു അധ്വാനത്തിലൂടെയാണ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. അപ്പൊ ആദ്യം എഴുതുമ്പോൾ വാക്കുകളൊക്കെ വളരെ കുറവാണ്. ഞാൻ പഠിച്ച സയൻസാണ്, അപ്പൊ മലയാളം പഠിച്ചിട്ടില്ല. അപ്പൊ സയൻസാണ്, അപ്പൊ എനിക്ക് വാക്കുകളൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പൊ കുറച്ച് വാക്കുകൾ കൊണ്ട് എഴുതി, കുറച്ച് ലൈൻസ് മാത്രമേ ഉള്ളൂ ആദ്യകാലത്തെ സ്റ്റോറീസിനൊക്കെ. ഞാനിങ്ങനെ നിരന്തരം വായിക്കുകയും ഞാൻ ഏതാണ്ട് എൻ്റെ ഒരു 22ാമത്തെ വയസ്സ് പോലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചു തുടങ്ങിയതാണ്. ഇപ്പൊ ഒരു 40 വർഷങ്ങളായി ഞാൻ നിരന്തരം ഈ വീക്കിലി വായിക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് തരുന്ന അറിവ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പഠിച്ച സയൻസാണ്. ഇപ്പൊ സയൻസിനപ്പുറത്ത് ജോഗ്രഫി, മലയാളം ലിറ്ററേച്ചർ, മലയാളം ലാംഗ്വേജ്, ബാക്കി കോണ്ടംപററി സയൻസ്, കോണ്ടംപററി പൊളിറ്റിക്സ്, ഇതിനുള്ള വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടും. അപ്പൊ ഇത് ആണ് നമ്മുടെ എന്താണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഈ വായനയും ഇതിൽ നിന്ന് കിട്ടുന്ന നോളജാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇത് എൻ്റെ ഒരു നോവലാണ്, അസ്ട്രോചിമ്പ് എന്നാണ് ഇതിന്റെ പേര്. അസ്ട്രോചിമ്പ് ഇത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ പുസ്തകമാണ്. നല്ല മനോഹരമായിട്ടുള്ള ചിത്രമൊക്കെ കൊടുത്ത് ഇറക്കിയതാണ്. സാർ ഒന്ന് മനസ്സിലായി. ഇത് മനുഷ്യന് മുമ്പേ സ്പേസിൽ പോയ ഒരു ചിമ്പൻസിയുടെ കഥയാണ്. അപ്പൊ മനുഷ്യന് മുമ്പേ എന്താണ് എക്സ്പെരിമെന്റ്സ് നടത്തുന്നത്. അങ്ങനെ ഒരു ചിമ്പൻസിയെ സ്പേസിലേക്ക് വിടും. അതിന്റെ ഒരു കഥയാണ്. അപ്പൊ ഇതെങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളുടെ ഹിന്ദു ഇൻ സയൻസ് എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻ ഉണ്ടല്ലോ, അറിയാമോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഹിന്ദു ഇൻ സ്കൂൾ ഉണ്ടോ സാർ ഇവിടെ? ന്യൂസ് പേപ്പറല്ല, ഹിന്ദു ഇൻ സ്കൂൾ, സൺഡേ പബ്ലിക്കേഷൻ. ഹിന്ദു ഇൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ, അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പബ്ലിക്കേഷൻ. എനിക്ക് അതിനകത്ത് കോപ്പി കിട്ടുകയും അതിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഖാം എന്ന് പറയുന്ന ഒരു ചിമ്പൻസി ഇതേപോലെ സ്പേസിൽ പോയിട്ടുള്ള ഒരു സ്റ്റോറി അതിനകത്തുണ്ട്. സ്റ്റോറിയല്ല, ഒരു ആർട്ടിക്കിൾ അതിനകത്തുണ്ടായിരുന്നു. ആ ആർട്ടിക്കിളാണ് എനിക്ക് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു സംഗതി എഴുതാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയത്. അപ്പൊ എഴുത്ത് എന്ന് പറയുന്ന സംഗതി ഇതാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ചില നിമിഷങ്ങളിൽ നമുക്ക് എന്താണ്, നമുക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയാന്ന് നമുക്ക് തോന്നും. അത് നമ്മളെ ഭയങ്കര സന്തോഷിപ്പിക്കും. നമ്മൾ എന്ത് ചെയ്യും, കുറെ അതിനകത്ത് വർക്ക് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഇതിനകത്തുള്ള സംഗതി. നിങ്ങളെല്ലാം ബാലമാസികളൊക്കെ നോക്കുക. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് ബാലപംക്തിയുണ്ട്, ബാലമാസികളുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മറ്റേ സിനാഷയുടെ ആ സംഗതി കാണിക്കാൻ വൃത്തിയുണ്ട ആയിട്ടില്ല. അപ്പൊ ഞാൻ ഈ സാറിന്റെ അടുത്ത് നമ്മുടെ ഫൈസൽ സാറിന്റെ അടുത്ത് ഞാനൊരു കുട്ടി, ഒരു 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് സിനേഷ എന്നാണ് കുട്ടിയുടെ പേര്. ആ കുട്ടിക്ക് ഇപ്പോൾ ഒരുപാട് അവാർഡ് കിട്ടുന്നുണ്ട്, കഥയൊക്കെ എഴുതിയ അവാർഡ് കിട്ടുന്നുണ്ട്. ആ കുട്ടിയുടെ റീഡിംഗ് ലിസ്റ്റിനെ കുറിച്ച് അവൾ തന്നെ എഴുതിയ, സിനേഷ തന്നെ എഴുതിയ ഒരു കുറിപ്പ് ഞാൻ സാറിന് അയച്ചു കൊടുത്തിരുന്നു. അത് അടുത്ത മാസം യുറീക്ക എന്ന് പറയുന്ന മാസികയിൽ വരും. ഇവിടെ വരുന്നെങ്കിലും യുറീക്ക അടുത്ത മാസം യുറീക്കയിൽ സീരിയലൈസ് ചെയ്ത് വരും. ആ കുട്ടി ഈ വർഷം ഏപ്രിൽ മുതൽ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളും അതിന്റെ സമ്മറിയാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത് സാറിനോട് ചോദിച്ചാൽ സാർ എപ്പോഴും കാണിച്ചു തരും. അപ്പൊ ഇങ്ങനെ നമ്മളെക്കാൾ മിടുക്കരായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്കതൊക്കെ പകർത്തുമ്പോൾ
നമുക്ക് നമ്മുടെ എഴുത്തിനെ അത് നന്നായി സഹായിക്കും. അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഒരു എഴുത്തിന്റെ രീതിയെ കുറിച്ച് പറഞ്ഞത്. ക്ലിയർ ആയോ അത്? സാർ പറഞ്ഞതുപോലെ ഈ സിനാഷയുടെ റീഡിംഗ് ലിസ്റ്റിന്റെ കോപ്പി സാർ അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ഇവിടെ സിസ്റ്റം നമ്മുടെ ഇന്ററാക്റ്റീവ് ബോർഡ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റാത്തത്. അതില് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ററാക്റ്റീവ് ബോർഡ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആവാൻ. ഓക്കെ, we'll have a meeting and in that we can discuss everything. So ഇനി ചോദിക്കാനുള്ളവർ ചോദിക്കുകയാണെങ്കിൽ ഈ ബുക്കുമായിട്ടുള്ള സാറിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ലക്ഷം രൂപ ബാങ്കിലിട്ടു. 1 ലക്ഷം രൂപ ബാങ്കിലിട്ടു. അത് 10 വർഷം കഴിഞ്ഞപ്പോൾ 10 ലക്ഷം രൂപയായി മാറി. അപ്പൊ അതുകൊണ്ട് ഗുണം ഉണ്ടാവോ ദോഷം ഉണ്ടാവോ? ഗുണമല്ലേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഞാൻ വായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ലൈബ്രറിനായിരുന്നു. ലൈബ്രറി ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാണ് വായിക്കുക. അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്താണ് വായിക്കുക. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വേറൊരാളെ ഉപദ്രവിക്കാതെ വായിക്കുന്നത് നല്ലതോ ചീത്തയോ? അത് ഗുണമല്ലേ? നമുക്ക് ഗുണമല്ലേ? ഇനി നമുക്ക് എന്തിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ? നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. വായിക്കുന്ന കാലത്ത് നമുക്കറിയാം. ഇത് നമ്മൾ എന്താണ്, ഗ്ലോബൽ വാർമിങ്ങിന്റെ പീരീഡാണ്. അറിയാമല്ലോ നിങ്ങൾക്ക്. നിങ്ങളവിടെ പറഞ്ഞ വാക്കാണ് ഗ്ലോബൽ വാർമിംഗ് ആണ്. നിങ്ങൾ ആ ഹിന്ദിയിലാണ് പറഞ്ഞത്. ആ ഹിന്ദി വാക്ക് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ പീരീഡാണ്. അപ്പൊ ഇങ്ങനെ ഗ്ലോബൽ വാർമിംഗ് വർദ്ധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇപ്പൊ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ അപ്രത്യക്ഷമായി. കാട്ടിനകത്ത് ജീവികൾക്ക് താമസിക്കാൻ പറ്റാതെ പുറത്തിറങ്ങുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഡൽഹിയിൽ എന്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വേഴ്സ്റ്റ് ആയിരുന്നു. നിങ്ങൾ വായിച്ചോ? പത്രത്തിൽ വായിച്ചോ? കോടതി പറഞ്ഞു പടക്കങ്ങൾ കത്തിക്കാൻ പാടില്ല. എന്നിട്ടും എന്ത് ചെയ്തു? ആൾക്കാർ പടക്കം കത്തിക്കുകയും അവിടുത്തെ എയർ പൊല്യൂഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വളരെ വേഴ്സ്റ്റ് ആയിട്ട് മാറി അല്ലെ? അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആൾക്കാർ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് വായിച്ചിരുന്നുവെങ്കിൽ, കുട്ടികൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ പടക്കം കത്തിക്കുമോ കുട്ടികൾ? അപ്പൊ അങ്ങനെ അപ്പൊ ഈ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? വായിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും സോഴ്സ് നമുക്ക് അറിവ് കിട്ടുന്നു. എയർ പൊല്യൂഷനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നു, ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നു. അപ്പൊ ഈ അറിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തടയാൻ പറ്റും അല്ലെ? അപ്പൊ വായിച്ചുകൊണ്ട് ഗുണമാണോ ദോഷമാണോ? ഗുണമാണ് അല്ലെ? ഗുണം. അപ്പൊ അത് സംബന്ധിച്ചല്ലോ. ഇനി നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ തന്നു. ഞാനിപ്പോ എല്ലാവർക്കും ഓരോ ലക്ഷം രൂപ തരികയാണ്. എല്ലാവർക്കും ഞാൻ ഓരോ ലക്ഷം രൂപ തരാം. സന്തോഷമായില്ലേ എല്ലാവർക്കും? ഈ പൈസ നമുക്ക് ഉപയോഗിക്കാൻ അറിയണം അല്ലേ? 1 ലക്ഷം രൂപ നമുക്ക് കിട്ടിയാൽ അതെങ്ങനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഈ പൈസ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഒഴുകും പോലെ ഒഴുകിപ്പോവും അല്ലെ? നമുക്ക് നാളെ ഞാൻ വന്ന് 1 ലക്ഷം രൂപ തരുമോ? തരും. അപ്പൊ നമ്മൾ വൈസായിട്ട് നമ്മളെ മണി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നോളജ് വേണം അല്ലെ? അപ്പൊ അത് ആ നോളജ് നമ്മൾ എവിടുന്നുണ്ടാക്കും? നമ്മൾ എക്കണോമിക്സ് കാര്യങ്ങൾ വായിക്കും അല്ലെ? നിങ്ങൾ പഠിക്കുന്നത് സയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിരിക്കും പഠിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവണം. നമ്മൾ എന്ത് ചെയ്യണം? പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എക്കണോമിക്സ് കാര്യങ്ങൾ നമ്മൾ വായിക്കണം. വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പൊ തന്നെ വലിയ ഡോക്ടർമാര്, വലിയ എഞ്ചിനീയർമാര്, വലിയ ഓഫീസർമാരുടെ എവിടെയൊക്കെ എന്ത് കോടിക്കണക്കിന് രൂപ അടിച്ചുകൊണ്ട് പോകുന്നു? ഓൺലൈൻ തട്ടിപ്പാർ കൊണ്ടുപോകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇതൊരു തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധി അവർക്ക് ഇല്ലാതെ പോകുന്നോണ്ടല്ലേ. അപ്പൊ ധാരാളം ന്യൂസുകൾ വരുന്നുണ്ട് ഇത് സംബന്ധിച്ച്. അപ്പൊ ആ ന്യൂസുകളൊക്കെ വായിച്ചിരുന്നുണ്ട്. ഒരാൾ എന്നെ വിളിച്ചോ, ഫൈസൽ സാർ എന്നെ വിളിച്ചോ, ഇപ്പൊ നിനക്ക് ഞാൻ 2 ലക്ഷം വരാമെന്ന് ഞാൻ വിശ്വസിക്കും. ഞാൻ സാറിന്റെ കൂടെ പോവോ? ഞാൻ പോവില്ല. സാറത് വേറെ പണിക്ക് കൊണ്ടുകൊടുക്കാൻ പറയും. കാരണം എന്താണ്? സാർ എനിക്ക് 2 ലക്ഷം രൂപ തന്നാൽ എന്താണ്? സാർ എന്നെ കൊണ്ട് 4 ലക്ഷം രൂപയുടെ പണി എടുപ്പിക്കും അല്ലേ? അതെനിക്കറിയാം. അപ്പൊ അങ്ങനെ അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വായിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലെ? അപ്പൊ വായിക്കുമ്പോൾ കിട്ടുന്ന അറിവ് ഗുണപരമാണ്. തർക്കമൊന്നുമില്ലല്ലോ, സമ്മതിച്ചല്ലോ. അപ്പൊ അത് എൻ്റെ ജീവിതത്തിന് ഒരുപാട് ഗുണം ചെയ്യും. നമുക്ക് എന്താണ്, നമ്മുടെ ഒരു സയന്റിഫിക് വേ ഓഫ് ലൈഫ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡ്രഗ് അഡിക്റ്റ് ആവുന്നില്ല, നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നില്ല, നമുക്ക് അങ്ങനെ നമുക്ക് ഒരുപാട് അറിവ് നമുക്ക് കിട്ടുകയും നമുക്ക് സ്വസ്ഥവും സുഖവും സമാധാനപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ വായന തീർച്ചയായിട്ടും സഹായിക്കും. എഴുതി വെച്ചോളാം നിങ്ങൾ. അങ്ങനെ ഈ ലോകത്ത് ഒരു ബുക്കും ബെസ്റ്റ് ഇല്ല. ഇപ്പൊ ഇയാൾക്ക് ബെസ്റ്റായിട്ട് തോന്നുന്ന ബുക്ക് എനിക്കങ്ങനെ തോന്നണമെന്നില്ല.
മറിച്ച് നമ്മൾ വായിക്കുന്ന ഏത് പുസ്തകത്തെയും നമുക്ക് എന്തുണ്ടാവും, നമുക്കൊരു ഗുണം ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രാമായണവും മഹാഭാരതവും ബൈബിളും ഖുറാനും ഒക്കെ അല്ലേ, ഇത് ബെസ്റ്റ് പുസ്തകമാണല്ലോ. വളരെ പണ്ട് പോലെ ആൾക്കാർ വായിച്ചു വരുന്ന പുസ്തകങ്ങളാണ് ഇതെല്ലാം, അല്ലേ? എന്നാൽ പിന്നെ ആ പുസ്തകങ്ങൾ മാത്രം പോരെ? അപ്പൊ അത് ബെസ്റ്റ്, കുറെ പേർക്ക് ബെസ്റ്റ് ആണെങ്കിൽ അതിൽ നിന്നും വേറെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പുസ്തകങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ലോകത്തെ എല്ലാ പുസ്തകങ്ങളും നല്ലതാണ്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടും. സന്തോഷമായില്ലേ? ആദ്യം എഴുതിയ പുസ്തകം ഞാൻ കഥകളാണ് ആദ്യം എഴുതി തുടങ്ങിയത്. ഒരു 8 വരിയുള്ള കഥകളാണ് എഴുതിയത്. 8 വരിയൊക്കെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ ആദ്യത്തെ കഥകൾക്ക്. പിന്നെ പിന്നെ കഥകളുടെ ഒക്കെ വലിപ്പം വർദ്ധിച്ചു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 2 നോവലറ്റ് എഴുതാൻ പറ്റി. അതിന് കുങ്കുമം എന്ന് പറയുന്നൊരു മാസികയുണ്ട്. അതിപ്പോ ഇല്ല, ആ മാസിക ഇപ്പൊ അല്ല, പോയി. ആ മാസിക ഇപ്പൊ അച്ചടിക്കുന്നില്ല. ആ മാസികയുടെ അവാർഡ് കിട്ടി, കുങ്കുമം അവാർഡ്, നോവലറ്റ് അവാർഡ്. അത് രണ്ടും ചേർത്തിട്ട് ഞാൻ അഴിഞ്ഞുപോയ മുഖങ്ങൾ എന്ന് പറഞ്ഞിട്ട് നോവലറ്റ് ഇറക്കി. അതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. പിന്നെ കുട്ടികളുടെ പുസ്തകമൊക്കെ ഞാൻ എഴുതുന്നത് ഒരുപാട് കഴിഞ്ഞിട്ടാണ്, ഒരുപാട് പ്രായം കഴിഞ്ഞിട്ടാണ് കുട്ടികളുടെ പുസ്തകം. കാരണം കുട്ടികളുടെ പുസ്തകമൊക്കെ എഴുതാൻ നമുക്ക് എന്ത് വേണം, ഗംഭീരമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളുടെ പുസ്തകമൊക്കെ എഴുതാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും കുട്ടികളുടെ പുസ്തകം എഴുതാൻ പറ്റില്ല. അപ്പോൾ വരുന്ന ഓരോ ബാലസാഹിത്യ കൃതിയും നല്ല ബാലസാഹിത്യ കൃതികളും ഓരോ എഴുത്തുകാരൻ്റെയും വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എനിക്ക് 5 മക്കളുണ്ടെന്ന് വെച്ചോളൂ. ഇതിൽ ആരെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? അതുപോലെയാണ് എനിക്കൊരു 8-10 പുസ്തകങ്ങളുണ്ട്, ബാലസാഹിത്യ പുസ്തകം. 4 പുസ്തകം, 4 പുസ്തകം 4 രീതിക്കുള്ള പുസ്തകം. അപ്പൊ ഇതിൽ ആരാണ് നല്ലത്? ഇപ്പൊ ഒരാളിന് നല്ല പടമൊക്കെ ഉണ്ട് ഒരാളുടെ അടുത്ത്, വേറൊരാളുടെ അടുത്ത് നല്ല പടമൊക്കെ ഉണ്ട്. അപ്പൊ ഇവരിൽ ആരായിരിക്കും നല്ലത്? അവർക്ക് 2 പേർക്കും അകത്ത് പടമൊന്നുമില്ല, പക്ഷെ അവർ മോശക്കാരായിരിക്കുമോ? അതിന്റെ എല്ലാ പുസ്തകവും ഞാൻ നേരത്തെ പറഞ്ഞത്, ലോകത്ത് എഴുതിയ എല്ലാ പുസ്തകങ്ങളും എന്താണ്, നല്ല പുസ്തകങ്ങളാണ്. എല്ലാ പുസ്തകങ്ങളും റെക്കമെൻഡ് ചെയ്യുന്നു, വായിക്കാം. ഞാൻ വേണ്ടി വായിക്കുന്ന ഒരാളുടെ കുറിച്ചൊരു കാര്യം പറയാം. ഇദ്ദേഹത്തിന്റെ പേര് രജനീഷ് എന്നാണ് പേര്. ഒരു ഫിലോസഫി പ്രൊഫസറാണ്. പക്ഷെ അദ്ദേഹത്തിന് വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതെടുക്കുക, അങ്ങോട്ട് നോക്കണ്ട, ആ പ്രശ്നങ്ങളിലേക്ക് നോക്കണ്ട. അത് നിങ്ങൾ ഒക്കെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ ആചാര്യ രജനീഷ് എന്ന് പറയുന്ന ഫിലോസഫി പ്രൊഫസർ നിങ്ങളെപ്പോലെ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ വെച്ച് അദ്ദേഹം 3000 പുസ്തകം വായിച്ചു. അപ്പൊ പ്രൊഫസറാണ്, മോശക്കാരനൊന്നുമല്ല. 3000 പുസ്തകം നിങ്ങളെപ്പോലെ കുട്ടിയായിരിക്കുന്ന സമയത്ത് വായിച്ചു. അദ്ദേഹത്തിന്റെ 30-40 വയസ്സ് പ്രായത്തില് അദ്ദേഹം ഒരാഴ്ച 100 പുസ്തകം വെച്ച് വായിച്ചു. 100 പുസ്തകം ഒരാഴ്ച, 100 പുസ്തകം. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു 2 ലക്ഷത്തിൽ പരം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. 2 ലക്ഷം പുസ്തകം വായിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈബ്രറി കളക്ഷൻ ഉണ്ട്, വീട്ടിലെ ലൈബ്രറി. നമ്മൾ നേരത്തെ കുറിപ്പുസ്തകം പോലെ നിങ്ങൾ പേഴ്സണൽ ലൈബ്രറി ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈബ്രറിക്ക് അത് 1 ലക്ഷം പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഇദ്ദേഹം ഇത്രയും പുസ്തകം വായിച്ച ആൾ വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി, 450 പുസ്തകങ്ങൾ എഴുതി. 450 പുസ്തകങ്ങൾ അദ്ദേഹം തന്നെ എഴുതി. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ച് എത്ര പുസ്തകമുണ്ട്? 1200 പുസ്തകങ്ങളുണ്ട്. 1200 പരം പുസ്തകങ്ങളുണ്ട്. അപ്പൊ ഈ രജനീഷ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പ്രൊഫസർ, ഫിലോസഫി പ്രൊഫസർ എത്ര പുസ്തകം എഴുതി? ഇത്രയും പുസ്തകങ്ങൾ വായിച്ചതിന്റെ കപ്പാസിറ്റിയിൽ 450 പുസ്തകങ്ങൾ എഴുതി. അദ്ദേഹം മരിച്ചൊക്കെ പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് പ്രതിവർഷം പുള്ളിക്ക് 4 കോടി രൂപ, 4 crores ആണ് വരുമാനം ഇപ്പോഴും. അപ്പൊ കുട്ടിക്കാലത്ത് 3000 പുസ്തകം വായിച്ച ആളിന്റെ അയാൾ മരിച്ചിട്ട് പോലും അയാളുടെ പുസ്തകത്തിൽ നിന്ന് അയാൾക്ക് എത്ര റോയൽറ്റി കിട്ടുന്നു? 4 കോടി രൂപ പ്രതിവർഷം കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി മഹാത്മാഗാന്ധിയുടെ പുസ്തകങ്ങൾക്ക് പുറമെ പാർലമെന്റ് ലൈബ്രറിയിൽ ഇദ്ദേഹത്തിന്റെ പുസ്തകം മാത്രമേ ഉള്ളൂ, പുസ്തക ശേഖരം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന ആൾക്കാരെ കുറിച്ചുള്ള സംഗതി. പിന്നെ അദ്ദേഹത്തിന് വേറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ വായനയുടെ കാര്യം മാത്രം എടുത്താൽ മതി. അപ്പൊ വായന എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമാണോ? അപ്പൊ ഇതിന്റെ എല്ലാം അധീപനായിട്ടുള്ള ആളെന്ന് പറയുന്ന ആരാണ്? നിങ്ങളുടെ അധീപൻ എന്ന് പറയുന്ന ആളാരാണ്? ചിലപ്പോൾ നിങ്ങളെ നാളെ ഇദ്ദേഹം തരുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനിയിപ്പോ ഭൂമിയിൽ വെള്ളമൊക്കെ തീരുമ്പോൾ പുതിയ വെള്ളം കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരുന്ന എവിടെ നിന്നായിരിക്കാം? ഫേസസ് സാർ തരുന്ന ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ അതാണ് വായനയുടെ ഒരു പവർ എന്ന് പറയുന്നത്, അല്ലേ?
അറിവാണ് ശക്തി അല്ലേ? അറിവല്ലേ ശക്തി അല്ലേ? ഇപ്പൊ ഈ വേൾഡ് വാറൊക്കെ നടക്കുന്ന സമയത്ത്, സെക്കൻഡ് വേൾഡ് വാറൊക്കെ നടന്ന സമയത്ത് അന്ന് ഇപ്പൊ ചില രാജ്യങ്ങൾ എന്ത് ചെയ്തു? ബാങ്കുകൾ കൊള്ളയടിച്ചുകൊണ്ട് പോയി, സ്വർണം എടുത്തുകൊണ്ട് പോയി. പക്ഷേ റഷ്യക്കാരൊക്കെ ചെയ്തത് എന്താണ്? തങ്ങൾ പിടിച്ചെടുത്ത രാജ്യങ്ങളിലുള്ള പുസ്തകങ്ങൾ കടത്തിക്കൊണ്ടുപോയി. അപ്പൊ ആ പുസ്തകങ്ങൾ കടത്തിക്കൊണ്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് അമേരിക്കയേക്കാൾ മുന്നേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? റോക്കറ്റാക്കി സ്പേസിലേക്ക് ആളെ വിടാൻ പറ്റിയത് അല്ലേ? അപ്പൊ അത് ഒരു സംഗതിയാണ്. അപ്പൊ അറിവ് എന്ന് പറയുന്ന വലിയ സംഗതിയാണ്. അത് യുദ്ധങ്ങൾക്ക് പോലും സംഗതിയാണ്. ഇപ്പൊ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് ആദ്യം കത്തിക്കുന്ന ഒരു സംഗതി ലൈബ്രറിയാണ്. ലൈബ്രറികൾ കത്തിച്ചതായി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ പുസ്തകങ്ങൾക്ക് അത്ര പവർ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ചോദ്യങ്ങളില്ലെങ്കിൽ ഞാൻ രണ്ട് കാര്യം കൂടെ പറയാം. ഒന്ന്, നമ്മൾ ഇന്ന് രാവിലെ മുതൽ നിങ്ങളിപ്പം 10:30 വരെ ബോറടി, എന്റെ ബോറടി ഞാൻ സഹിക്കുകയല്ലേ അല്ലേ? ഇത് മുഴുവൻ ഓർമ്മിച്ചിട്ടൊരു പുസ്തകത്തെ എഴുതി നോക്കൂ. ലാംഗ്വേജ് ഹിന്ദിയോ ഇംഗ്ലീഷോ മലയാളം എന്തോ ആവട്ടെ, അതൊന്ന് എഴുതി വെക്കണം. അതൊന്ന് എഴുതി വെച്ചിട്ട് ഒരു 2-3 ആഴ്ചയായിട്ട് വീണ്ടും ഒന്ന് എടുത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കുറെ കൂടെ പോളിഷ് ചെയ്യാൻ പറ്റും അല്ലേ? കുറെ വാക്കുകൾ മാറ്റാം, കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, കുറെ ഡിലീറ്റ് ചെയ്യാം അല്ലേ? ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വായിക്കുമ്പോൾ എന്തായിരിക്കും? ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അതെന്തായിരിക്കും? അത് നമ്മുടേതായിട്ടുള്ള വർക്കായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് നടന്ന സംഭവങ്ങൾ മുഴുവൻ എഴുതുന്നു, ഡയറി എഴുതുന്നു. അത് ഇങ്ങനെ രസകരമായി മൊത്ത കാര്യങ്ങൾ ഓർമ്മിച്ചിടുമ്പോൾ നമ്മുടെ മെമ്മറി എന്ത് ചെയ്യാൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മുടെ വേർഡ് പവർ കൂടും, നമ്മുടെ എഡിറ്റിംഗ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവും. ഇതൊക്കെ സംഭവിക്കുമല്ലേ? അപ്പൊ നമ്മൾ കുറിപ്പുസ്തകം ഉണ്ടാക്കി അല്ലേ? നിങ്ങളെല്ലാവരും കുറിപ്പുസ്തകം ഉണ്ടാക്കുകയാണ്, ലൈബ്രറി നോട്ട് ബുക്ക് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് ഇന്നത്തെ സംഭവങ്ങൾ മുഴുവൻ എഴുതി വെക്കുകയാണ് അല്ലേ? എഴുതി വെക്കുകയാണ്. 2, 3 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രജനീഷിനെ പോലെ അങ്ങനെയുള്ള മഹാന്മാരെ പോലെ നമുക്കൊരു ഹോം ലൈബ്രറി ഉണ്ടാക്കിയാൽ എന്താണ് അല്ലേ? നമുക്ക് കിട്ടുന്ന പുസ്തകം, വെറുതെ കിട്ടുന്ന പുസ്തകങ്ങൾ നമ്മൾ നന്നായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കണം, ഇവിടെ എങ്ങനെയാണ് ഈ സാറ് പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? വെറുതെ ആണോ? അപ്പൊ സോഷ്യൽ സയൻസ് എന്ന് എഴുതി വെച്ചിട്ട് അതിനകത്ത് എന്താണ് ഫിസിക്സ് പുസ്തകം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് സാറ് ചെയ്തത്? അത് സിമ്പിൾ ടെക്നിക്കാണ്. അത് ഈ ലൈബ്രറി നോക്കുമ്പോൾ സാർ എനിക്ക് പുതിയൊരു കാര്യം പറഞ്ഞു. എന്താണ് ബെല്ലെന്നല്ലേ പറഞ്ഞത് നേരത്തെ? ബിൽഡിംഗ് അല്ലേ? ഞാനിങ്ങനെ സാറിനോട് ചോദിച്ചു, ബാല അല്ലേ സാർ? ഞാൻ അവിടെ സ്റ്റെപ്പിലൊക്കെ 1, 2, 3 എഴുതി വെച്ചു. ഞാൻ ചോദിച്ചു സാർ എന്തിനാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പൊ സാർ പറഞ്ഞു ഇത് ബാല എന്ന് പറയുന്ന ഒരു ലേണിംഗ് ടെക്നോളജിയാണ്. ഈ ബിൽഡിങ്ങിന്റെ പല ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതൊരു കുട്ടിക്ക് എന്താണ്, കുട്ടിയെ എൻട്രസ്റ്റ് ചെയ്യും. അതേപോലെ ഇവിടെ സാർ എങ്ങനെയാണ് ഈ പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ വീട്ടിൽ 10 പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ ഈ സാറ് വെച്ചിരിക്കുന്ന രീതിയിൽ വെക്കുക അല്ലെ? ഈ സാർ ഇവിടെ ഒരു രജിസ്റ്റർ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ? ആ രജിസ്റ്റർ പോലെ നമ്മുടെ ബുക്കുകൾ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുക. അത് നല്ലൊരു ക്വാളിറ്റി അല്ലേ? അപ്പൊ നമ്മൾ ഭാവിയിലേക്കുള്ള ഒരു ചെറിയ ചവിട്ടുപടിയാണ് ഇങ്ങനെ പുസ്തകങ്ങളെ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുക. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയാം, എൻ്റെ വീട്ടിൽ 10 പുസ്തകമുണ്ട്, ഇന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ വേറെ ആൾ എനിക്ക് 12 പുസ്തകമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വായിക്കുകയും ഒപ്പം ഈ സംഗതികൾ ശേഖരിക്കുകയും ചെയ്യുന്നത് നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഇത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അല്ലേ? അപ്പൊ ഈ 2 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങളാണ് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ്? കുറി പുസ്തകം, പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണൽ ലൈബ്രറി, പിന്നെ എന്താണ് ഒരു കാര്യം ഞാൻ പറഞ്ഞത്? ഇന്നത്തെ സംഭവങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഓർമ്മിക്കുക. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ലൈബ്രറി ഒന്നുമില്ല. പക്ഷെ ഞാൻ പഠിച്ചത് വലിയ ഗവൺമെന്റ് സ്കൂൾ ആയതുകൊണ്ട് ആ വലിയ ഗവൺമെന്റ് സ്കൂളിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒരിക്കൽ വായിക്കാൻ തരും സാറന്മാർ. അപ്പോൾ ഒരു സാറ് നമ്മുടെ ക്ലാസ് ടീച്ചർ പോയി ഒരു കെട്ട് പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ എല്ലാവർക്കും ഓരോ പുസ്തകം തരും. അത് നമ്മൾ വായിച്ചിട്ട് അടുത്ത ആഴ്ച കൊണ്ടുകൊടുക്കുന്നു. അതോടുകൂടി നമ്മുടെ ലൈബ്രറി വർക്ക് തീരും. നമ്മൾ പഠിച്ച സർക്കാർ ഗവൺമെന്റ് സ്കൂളിലായതുകൊണ്ടാണ് അങ്ങനെ ഉള്ളത്. ഇത് പഴയ കാര്യമാണ്. പക്ഷേ എനിക്ക് ഞങ്ങളെയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ചില സാറന്മാരുണ്ട്. നമ്മളൊക്കെ ഇത്തിരി പഠിക്കുവാനുകൊണ്ട് ഇഷ്ടപ്പെടുന്ന സാറന്മാർ. അപ്പോൾ അതിലൊരു സാറ് ഞങ്ങളെ കുറേ പേരെ വിളിച്ചിട്ട് ആ ലൈബ്രറിയിൽ ഒരു 10,000 പുസ്തകമുണ്ട്, ഈ പുസ്തകങ്ങൾ അടുക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫൈസൽ സാർ ചെയ്തതുപോലെ നമ്മൾ കവിത എടുത്തടുക്കി, നോവൽ എടുത്തടുക്കി, ലേഖനങ്ങൾ എടുത്തടുക്കി. അപ്പൊ അടുക്കി വെച്ചാൽ നമുക്ക് തിരിച്ച് നമുക്ക് എന്തെങ്കിലും തരണ്ടേ സാറ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഓരോ പുസ്തകം തരും.
അത് വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വീട്ടിൽ പോയി വായിച്ചിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറിപ്പ് എഴുതി കൊണ്ടുവരും. അപ്പം ഇങ്ങനെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ലൈബ്രറി പ്രവർത്തനം എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് എല്ലാ പുസ്തകവും ഇഷ്ടമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പുസ്തകത്തിന് ഇഷ്ടമെന്ന് പറയുന്നില്ല. മനസ്സിലായല്ലോ? എത്ര വയസ്സ്? ഞാൻ എന്താണ് ഒരു 22 വയസ്സൊക്കെ ആയപ്പോഴാണ് എഴുതാൻ തുടങ്ങിയത്. ക്ലിയർ? മൈക്ക് കൊണ്ടുപോയിക്കോ, വീട്ടിൽ കൊണ്ടുപോയിക്കോ. മലയാളം ഡ്രാമാസ് വായിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡ്രാമ ഏതാണെന്ന് പറയും? ഞാനൊക്കെ ഡ്രാമയും പോയട്രിയൊക്കെ എനിക്ക് വളരെ വളരെ വീക്കായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. എല്ലാം നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഉണ്ടാവില്ലേ സിലബസ്? മലയാളം ഡ്രാമ ഉണ്ടാവില്ലേ? ഡ്രാമ പുസ്തകങ്ങളൊന്നും ഇപ്പൊ അങ്ങനെ ഇറങ്ങാറേ ഇല്ല. വളരെ പണ്ടായിരുന്നു ഇങ്ങനെ ഇറങ്ങിയത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രാമയൊക്കെ മുമ്പ് ഇറങ്ങിയിരുന്നു. എനിക്ക് അങ്ങനെ വിസ്മയ വരമ്പിലൂടെ ഹരിദാസ് കരിവള്ളൂരിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് മാത്രമേ എനിക്കിപ്പോൾ ഓർമ്മയുള്ളൂ. ഹരിദാസ് കരിവള്ളൂർ, അത് മാത്രമേ ഉള്ളൂ. ഡ്രാമകൾ മലയാളത്തിൽ വളരെ കുറച്ച് പുസ്തകങ്ങൾ ഇറങ്ങാറുണ്ട്. ഉണ്ടല്ലോ, ധാരാളം ധാരാളം. ഏതാണ്? നമുക്ക് മലയാളത്തില് ഷെർലക് ഹോംസ് ഒക്കെ വളരെ മുമ്പേ തന്നെ ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ കുട്ടിക്കാലത്തിന് മുമ്പ് തന്നെ ഷെർലക് ഹോംസ് കഥകളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും അങ്ങനെ ത്രില്ലർ പുസ്തകങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പേരൊന്നും എനിക്ക് പറയാൻ തൽക്കാലം അറിഞ്ഞോളാം. അതെ അതെ, നമ്മള് അത് ഒരുപാട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കോട്ടയം പുഷ്പനാഥ്, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പുസ്തകങ്ങൾ ഇറങ്ങിയിരുന്നു. അത് നമ്മൾ വായിക്കണം. കാരണം വെച്ചാൽ വായനയുടെ ഒരു സ്റ്റേജാണത്. ഒരു സ്റ്റേജാണ് വായനയുടെ സ്റ്റേജ്. അപ്പൊ കഥകളി ഞങ്ങൾക്കറിയാലോ. കഥകളി ആരൊക്കെ കഥകളി കണ്ടിട്ടുണ്ട്? എന്തെങ്കിലും മനസ്സിലാവോ കണ്ടാല്? നിങ്ങൾ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. കഥകളി കണ്ട് മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേർക്കും കഥകളി കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. കാരണം കഥകളി കണ്ടാൽ നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പദ്യം പഠിക്കണം, അല്ലെ? അതിന്റെ അഭിനയം പഠിക്കണം, മുദ്രകൾ മനസ്സിലാക്കണം. ഇതെത്രയും മനസ്സിലാക്കിയാൽ കഥകളി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? നമുക്ക് പച്ചവെള്ളം പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കലയായിട്ട് മാറും, അല്ലെ? അല്ലെ? അതുപോലെ നമ്മൾ പലരോടും വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രയാസമാണ്. നോവൽ കൊടുത്താൽ വായിക്കാൻ പ്രയാസമാണ്, കവിത വായിക്കാൻ പ്രയാസമാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ നമ്മൾ ഇതേപോലെ വളരെ ലൈറ്റ് റീഡിങ്ങിനുള്ള ഈ പറഞ്ഞ ക്രൈം പുസ്തകങ്ങൾ, ഈ ത്രില്ലർ പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് വായിക്കുമ്പോൾ നമുക്ക് എന്താവും? വായിക്കാനുള്ള ഉത്സാഹം ഉണ്ടാവും, ആകാംക്ഷ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമ്മളൊരു സ്റ്റേജിൽ വെച്ചിട്ട് അവിടെ നിർത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിന്നെ വലിയ വലിയ എഴുത്തുകാരുടെ വലിയ വലിയ പുസ്തകങ്ങളിലേക്ക് പോകേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വായിക്കുന്നത് മോശമായിട്ടുള്ള കാര്യം അല്ല. റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാറിന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്നത്തെ പോലെയൊന്നുമല്ല. അന്ന് അങ്ങനെ സപ്പോർട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. ഇത് വളരെ ഒരു ഫൈറ്റ് ആയിരുന്നു ഈ സാധനം. ഇന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രക്ഷകർത്താക്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കഥാ ക്യാമ്പുകൾ ഉണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ എഴുതുന്നു, പല മാസികൾക്ക് അയച്ചു കൊടുക്കുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു സ്ട്രഗിളാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ നല്ല സംഗതികളാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നന്നായി എഴുതിയാലേ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതൊക്കെ അച്ചടിക്കുള്ളൂ, അല്ലെ? വളരെ കുറച്ച് മാസികകളല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് അച്ചടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ നന്നായിട്ട് എഴുതുക, നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുക. അപ്പൊ ഏത് പ്രവൃത്തി ചെയ്താലും അതിനകത്ത് നമ്മുടെ അധ്വാനം ആവശ്യമാണ്. അങ്ങനെ അധ്വാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെ? എന്താണ് വ്യക്തമായി? എനിക്ക് മനസ്സിലായില്ല. എന്ത് എക്സ്പെഡീഷൻ? ഇൻസ്പിറേഷനാ? ഇൻസ്പിറേഷൻ അതെന്താണ്? എന്താണ് ഇൻസ്പിറേഷൻ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സുഗതകുമാരിയുടെ ഒരു കവിതയുണ്ട്. സുഗതകുമാരി ടീച്ചർ അറിയാലോ, അല്ലെ? മലയാളത്തിലെ പ്രസിദ്ധയായ പോയറ്റാണ്. അവരുടെ ഒരു കവിതയുണ്ട്. ആ കവിത എന്ന് പറയുന്നതിന്റെ സാരാംശം ഇതാണ്:
അതായത് നമുക്ക് പേൾ ഉണ്ടല്ലോ, പേൾ അറിയാമല്ലോ, പേൾ ഓയിസ്റ്ററിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്താണ്? പേൾ, നാച്ചുറൽ പേൾ. കണ്ടിട്ടുണ്ട്, പേൾ കണ്ടിട്ടുണ്ടല്ലോ, മുത്ത് കണ്ടിട്ടുണ്ടല്ലോ, ഈ മുത്ത്. അപ്പൊ ഈ മുത്ത് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അപ്പൊ സയന്റിഫിക്കലി മുത്ത് ഉണ്ടാകുന്ന ഇത്രയേ ഉള്ളൂ. പേൾ ഓയിസ്റ്റർ എന്ന് പറയുന്ന ജീവി കടലിനകത്തുണ്ട്. അതിന്റെ നിങ്ങൾ കണ്ട ഓയിസ്റ്റർ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ ചിപ്പികൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതിന്റെ ചിപ്പിക്കകത്ത് മണൽത്തരികൾ, സാൻഡ് പാർട്ടിക്കിൾസ് കയറി പോകുമ്പോൾ അത് ആ ചിപ്പിയുടെയും അതിന്റെ ബോഡിയുടെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ ചെരുപ്പിനകത്ത് ഒരു കല്ല് കയറിയ എന്താവും? ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമ്മളെന്ത് ചെയ്യും? നമ്മളെ കല്ലിനെ തട്ടിക്കളയും അല്ലെ. പക്ഷേ ഈ പേൾ ഓയിസ്റ്ററിന്റെ ബോഡിക്കകത്ത് കയറിയ സാൻഡ് പാർട്ടിക്കിളിനെ ആ പേൾ ഓയിസ്റ്ററിന് തട്ടിക്കളയാൻ പറ്റില്ല. അതെന്ത് ചെയ്യും? ആ സാൻഡ് പാർട്ടിക്കിളിന്റെ പുറത്ത് പേൾ ഓയിസ്റ്റർ കുറച്ച് സെക്രീഷൻസ് ഉണ്ടാക്കി അതിന്റെ ഇറിറ്റേഷൻ കുറയ്ക്കും. പക്ഷെ അതെന്താണ്? ഒരു ഫോറിൻ ബോഡിയാണ്. ആ ഫോറിൻ ബോഡി വീണ്ടും അവിടെ നിന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അങ്ങനെ ഈ റിപ്പീറ്റഡ് ഇറിറ്റേഷൻ കൊണ്ട് വീണ്ടും അതിന്റെ പുറത്ത് എന്ത് ചെയ്യും? ഈ ഓയിസ്റ്റർ കുറച്ച് മ്യൂക്കസ് സെക്രീഷൻ കൊണ്ട് കവർ ഉണ്ടാക്കും. ഇങ്ങനെ ഒരുപാട് വർഷങ്ങളുടെ മ്യൂക്കസ് സെക്രീഷൻ അടിഞ്ഞു കൂടിയിട്ട് ആ സാൻഡ് പാർട്ടിക്കിൾസിന്റെ അകത്ത് എന്തുണ്ടായി? സാൻഡ് പാർട്ടിക്കിൾസിന്റെ പുറത്ത് എന്തുണ്ടാവുക? പേൾ ഉണ്ടാവും അല്ലെ. ഇനി ഒരു വിദഗ്ധനായ മുങ്ങൽകാരൻ ഒരു ഡൈവ് ചെയ്ത് പോയി പേൾ ഓയിസ്റ്ററിനെ പിടിച്ച് കരയെ കൊണ്ടുവന്ന് പൊളിക്കുമ്പോൾ ആയിരിക്കും എന്ത് കിട്ടുന്നത്? അയാൾക്ക് പേള് കിട്ടുന്നത് അല്ലെ. പേള് ഭയങ്കര വിലയുള്ള സംഗതിയാണ്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഒരു പേൾ ഓയിസ്റ്ററിന്റെ ബോഡിക്കകത്ത് എന്ത് പോകണം? ഒരു സാൻഡ് പാർട്ടിക്കിൾ പോകണം അല്ലെ. ആ സാൻഡ് പാർട്ടിക്കിൾ എന്ത് ചെയ്യണം? അത് ഡെവലപ്പ് ചെയ്ത് പേളായിട്ട് മാറണം. ഇനി അത് ആയാലും പോരാ, എന്ത് ചെയ്യണം? ഒരു നല്ല ഫിഷർമാൻ എന്ത് ചെയ്യണം? അത് ഡൈവ് ചെയ്ത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഇതാണ് ഇൻസ്പിറേഷനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ്? നമുക്ക് ഇതേപോലെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാവും. എന്തെങ്കിലും സംഗതികൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന സംഗതികളുണ്ടാവും. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിട്ട് അയാൾക്ക് എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുന്ന സംഗതികൾ ഉണ്ടാവും. അപ്പൊ തിരിച്ച് നിങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് ഒരു പൂച്ച ഓട്ടോറിക്ഷ ഇടിച്ച് മരിക്കുന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ഇറിറ്റേറ്റ് ചെയ്യും അല്ലെ. അതൊരു കലാഹൃദയമുള്ള എഴുത്തുകാരനാണെങ്കിൽ എന്ത് ചെയ്യും? അയാൾ അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഏതുപോലെ? പേൾ ഓയിസ്റ്ററിന്റെ അകത്ത് പോയ സാൻഡ് പാർട്ടിക്കിൾ പോലെ ഹോണ്ട് ചെയ്യും. അങ്ങനെ അയാൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരിടത്തെ പൂച്ചയാണ്, അതിന് പൂച്ചയുടെ പേര് രാമു എന്നാണ്, അതിന് അച്ഛനുണ്ട്, അതിനൊരു അമ്മയുണ്ട്, അതിങ്ങനെ വളരെ കൂടി സന്തോഷപൂർവ്വം ഇങ്ങനെ ഈ ഇറിറ്റേഷന്റെ പുറത്ത് എന്ത് ചെയ്യും? ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ട് മെനയും അല്ലെ. ആ മെനയുമ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ടുള്ള സംഗതിയായി മാറുകയാണെങ്കിൽ എന്തായിട്ട് മാറും? ഒരു സ്റ്റോറി ആയിട്ട് മാറും അല്ലെ. ഇപ്പൊ ഇവിടെ തന്നെ ഇതാണ് ആസ്ട്രോ ചിമ്പിന്റെ കഥ. അങ്ങനെയല്ലേ? അത് സ്പേസിൽ പോയ ഒരു ചിമ്പൻസിയാണ്. അത് സ്പേസിൽ പോയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു പോയിട്ട് എന്ത് ചെയ്തു? അതിനെ കൊണ്ടൊരു സൂവിൽ അടച്ചു. അത് 18 വർഷം സൂവിൽ കിടന്നു, അവസാനം ചത്തുപോയി അല്ലെ. പക്ഷെ അങ്ങനെയാണോ? അതൊന്ന് ആലോചിച്ച് നോക്കൂ. അത് സ്പേസിൽ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഒരുപാട് പരീക്ഷണങ്ങളിലേക്ക് പറക്കാനുള്ള, നമുക്കിപ്പോ ചന്ദ്രയാനിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പാലക്കാട്ടുള്ള ഒരു ശ്രീകാന്ത് എന്ന സാറിനല്ലേ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ഈ ശ്രീകാന്ത് എന്ന് പറയുന്ന ആ എയർഫോഴ്സിലെ സാറ് അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ ആരനുഭവിച്ചു? നമ്മുടെ ഈ അസ്ട്രോ ചിമ്പ് എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രം അനുഭവിച്ചു അല്ലെ. അപ്പൊ അത് ആരെ ഇറിറ്റേറ്റ് ചെയ്തു? എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പൊ ഇതാണ് ഇൻസ്പിറേഷനും ഇറിറ്റേഷനും ഒക്കെ തമ്മിലുള്ള ബന്ധം ഇതാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഗതി നമ്മളെ എന്ത് ചെയ്യണം? ഇറിറ്റേറ്റ് ചെയ്യണം. അപ്പൊ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാണും. ആ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെ എഴുതിയിടുക? ഞാൻ നേരത്തെ പറഞ്ഞ കുറി പുസ്തകത്തിൽ എഴുതിയിടുക. അത് എഴുതിയിട്ട് വീണ്ടും വീണ്ടും വായിച്ചു നോക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്ത് ചെയ്യാം? നമുക്ക് അതിനകത്ത് വർക്ക് ചെയ്യാം അല്ലെ. അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് കളയണം. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സംഗതിയാണെങ്കിൽ നമ്മൾ അതിനകത്ത് എഴുതിയിടുകയും അത് നമ്മളെ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന് പുറത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പേരുണ്ടാക്കുമ്പോൾ നമ്മുടേതായ ചില സംഗതികൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ കവർ ചെയ്ത് ആ ഇറിറ്റേഷൻ കുറയ്ക്കുകയും അത് അവസാനം നല്ലൊരു പുസ്തകമായിട്ട് പുറത്തു വരികയും ചെയ്യും അല്ലെ. ഇതാണ് ഇതിനകത്തുള്ള ഇൻസ്പിറേഷനും അത് പ്രോഡക്റ്റ് ആവുന്നതിനിടയ്ക്കുള്ള പ്രോസസ്സ്. ഇതാണ്. നിങ്ങൾ ടി പത്മനാഭൻ എന്ന് പറയുന്ന കഥാകൃത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ? ടി പത്മനാഭൻ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം നല്ല കഥകൾ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഒരു കഥ ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ എൻ്റെ മനസ്സിൽ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഞാൻ പേപ്പറിൽ എഴുതുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാകും. അപ്പൊ നമുക്ക് എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരു കോറായിട്ടുള്ള കാര്യം കിട്ടുന്നു,
ആ കോറായിട്ടുള്ള കാര്യത്തിൽ പീരീഡ് എടുത്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒറ്റ അടിക്ക് തന്നെ എഴുതും അല്ലേ, ഒറ്റ അടിക്ക് തന്നെ എഴുതാം. പറ്റുന്ന പ്രതിഭാശാലികളായ എഴുത്തുകാരുണ്ട്. എൻ്റെ പേഴ്സണൽ വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് ആ കോർ എലമെന്റിന്റെ പുറത്ത് പിന്നെ എന്ത് ചെയ്യും, ഞാൻ കുറേ പീരീഡ് എടുത്ത് ആഡ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ കുറേ ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പറ്റും. ഇപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു 200 പേജുള്ള നോവലൊക്കെ ഉണ്ട്. അത് നന്നായി ശ്രദ്ധിക്കപ്പെട്ട നോവലാണ്. ആ 200 പേജ് എഴുതാൻ ആ നോവല് ഞാൻ 20 തവണയൊക്കെ മാറ്റി എഴുതിയിട്ടാണ് അത് പൂർണ്ണ രൂപത്തിലെത്തിയത്. മലയാളത്തിൽ സക്രിയ എന്ന് പറയുന്ന ഒരു കഥാകൃത്തുണ്ട്. പേര് കേട്ടിട്ടുണ്ടോ? സക്രിയ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? സക്രിയ. ഇദ്ദേഹം മുതിർന്നവർക്ക് എഴുതുന്ന കഥാകൃത്താണ്. അദ്ദേഹത്തിന്റെ തേൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ കഥയാണ്. ഈ തേൻ എന്ന് പറയുന്ന കഥ ഇതിൽ കാട്ടിനടുത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ വനത്തിനകത്തുള്ള ഒരു കരടി കല്യാണം കഴിച്ചുകൊണ്ട് പോകും. മനസ്സിലായോ? അപ്പൊ ഭയങ്കര ഗംഭീര ഭാവനയല്ലേ, ഇമാജിനേഷൻ ഭയങ്കരമല്ലേ അല്ലേ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ കരടി മരുമോനും ആ മോളും കൂടെ അമ്മായിയമ്മയെ കാണാൻ വരും. അപ്പൊ വരുമ്പോ അവർ ഭക്ഷണമൊക്കെ കൊടുക്കും, നമ്മളൊക്കെ വീട്ടിൽ പോലെ അല്ലേ, രസമുള്ള സംഗതിയല്ലേ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് ഈ അമ്മായിയമ്മ മോളോട് പറയും, അതായത് മോളോട് അമ്മ പറയും, എനിക്കും ഒരു കരടിയെ കല്യാണം കഴിച്ചതാണ് മനസ്സിൽ നിന്ന്. അങ്ങനെ വളരെ രസകരമായ ഒരു കഥയാണ്, വളരെ ഗംഭീര കഥയാണ്. ഈ കഥ സക്രിയ എന്ന് പറയുന്ന അദ്ദേഹം, ആ എഴുത്തുകാരൻ 12 വിധത്തിൽ എഴുതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 12 സ്റ്റാർട്ടിങ്, 12 എൻഡിങ്, 12 ബോഡി, അല്ല 12 കഥകൾ എഴുതി. അപാരമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ 12 എഴുതി വെച്ചിട്ട് അതിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് എന്ത് ചെയ്തത്, പബ്ലിഷ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ഈ കഥ എഴുതുക അല്ലെങ്കിൽ എഴുതുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണോ? അല്ലല്ലോ. പത്മനാഭൻ എന്ത് ചെയ്യുന്നു, മുഴുവൻ എന്ത് ചെയ്യുന്നു, മനസ്സിൽ കാണുന്നു, എന്നിട്ട് പകർത്തുന്നു. നമ്മളെ കൊണ്ട് പറ്റില്ല. ഇനി സക്കറിയ എന്ന് പറയുന്ന എഴുത്തുകാരൻ എന്ത് ചെയ്തു, 12 വിധത്തിൽ കഥകൾ എഴുതി അല്ലേ, അതിൽ ബെസ്റ്റ് എടുത്തു അല്ലേ. അപ്പൊ ഇങ്ങനെ എഴുത്ത് എന്ന് പറയുന്ന സംഗതി, കാര്യം എന്ന് പറയുന്നത് എന്താണ്, ലഘുവായ പ്രക്രിയ അല്ല അല്ലെ. അതുകൊണ്ടാണ് MT വാസുദേവനായരൊക്കെ നമ്മളിങ്ങനെ മാനിക്കുന്നത് അല്ല. അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും ഗംഭീരമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത്രയും എഫേർട്ട് എടുത്തുകൊണ്ടാണ് അല്ലെ. അതിങ്ങനെ തലമുറ ആൾക്കാർ വായിക്കില്ല അല്ലെ. ബാക്കി 3 വർഷമൊക്കെ മരിച്ചു പോയിട്ട് എത്ര കാലം അല്ലേ. പക്ഷെ അദ്ദേഹത്തിന്റെ പുസ്തകം ബാല്യകാല സഖി, എൻ്റെ ഉപമൊക്കെ ആനയുണ്ടായിരുന്നു, ഇതൊക്കെ നമുക്ക് ആനവാൽമോതിരം, ഇതൊക്കെ നമുക്ക് എന്താണ്, നമുക്കിപ്പോഴും വളരെ മധുരതരമായ സാധനമാണ് അല്ലെ. നമ്മളെ ദുഃഖിപ്പിക്കുന്ന സമയത്ത്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത്, നമുക്ക് നിരാശ വരുന്ന സമയത്തൊക്കെ ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ധാരാളം മലയാളികളെ അത് എനർജി ബൂസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് എഴുത്ത് എന്ന് പറയുന്ന സംഗതി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് കൂടെ ഓർമ്മിക്കുക. കാര്യം നന്നായിട്ട്, നല്ല സ്കൂളല്ലേ, നല്ല സ്കൂളാണ്, വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള കുട്ടികളാണ്, വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾ നാടിന്റെ ഭാവിയാണ് അല്ലെ. ഒരുപാട് ഡോക്ടർമാർ, സയന്റിസ്റ്റുമാർ, എഞ്ചിനീയർമാർ, നഴ്സുമാർ, ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് എല്ലാ തരത്തിലും നമ്മുടെ സമൂഹത്തെ, ഇന്ത്യയെ ശക്തിപ്പെടുത്താനുള്ള ആൾക്കാരാണ് നിങ്ങൾ അല്ലെ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പ്രധാന പ്രശ്നം എന്താണ്, വയസ്സന്മാരുടെ സംഖ്യ കൂടുന്നു, കുട്ടികളുടെ സംഖ്യ കുറയുന്നു അല്ലെ. അപ്പൊ നിങ്ങളിലാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള ഭാവി. അങ്ങനെ നല്ല കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നല്ലൊരു സ്കൂളാണ്. ഞങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ, ഞാൻ 7ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ സ്കൂളിൽ തറയിരുന്ന് പഠിക്കണം. അവിടെ ബെഞ്ചിൽ ഡിസ്കൊന്നുമില്ല, തറയിരുന്ന് പഠിക്കണം. സിമെന്റ് ഉണ്ട്, മണ്ണാണ്, മൺതറയാണ് അല്ലെ. അതിന് ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴോ ഒന്നും ഇത്ര സംവിധാനങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ പഠിച്ചിരുന്ന കോളേജ് പോലും ഇത്ര സുന്ദരമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ പുതിയൊരു കാലഘട്ടമാണ്. അങ്ങനെ ഒരു സമ്പന്നമായ നല്ലൊരു കാലഘട്ടത്തിൽ നിങ്ങൾ നന്നായിട്ട് വളർത്താൻ രാജ്യം എന്ത് ചെയ്യുന്നു, ഒരുപാട് പൈസ മുടക്കുന്നു അല്ലെ. അപ്പൊ ഇത് നല്ല സ്കൂൾ തന്നെയാണ്, നിങ്ങൾ നല്ല കുട്ടികളാണ്, നിങ്ങൾ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അല്ലെ. നമുക്ക് കുറെ കാലം കഴിയുമ്പോൾ ഞങ്ങളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ എവിടെയായിരിക്കും താമസിക്കുന്നത്, അപ്പോൾ ചൊവ്വയിലും ഒക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ എളുപ്പമുണ്ട്. ഞങ്ങൾ എവിടെ ആയിരിക്കും, ഞങ്ങൾ അങ്ങ് അവിടെ മരിച്ചു പോയി അങ്ങ് മുകളിലല്ലേ പോകണം നമ്മളൊക്കെ. അപ്പൊ മരിച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചൊവ്വയിലും ബുധനിലും ഒക്കെ ഇങ്ങനെ ബുധനിൽ നിൽക്കാൻ പറ്റില്ല, ചൊവ്വയിലും വ്യാഴത്തിലൊക്കെ താമസിക്കുന്നതിന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പൊ അങ്ങനെയുള്ള മിടുക്കനാണ്, നല്ല സ്കൂളാണ്. എന്തോ അയ്യോ അങ്ങനെയൊന്നുമില്ല, അങ്ങനെ നമുക്ക് പാവപ്പെട്ട ആൾക്കാർ. ഞാൻ വയസ്സായില്ലേ, ഇനി എന്തോ റോൾ മോഡല്. അത് നിങ്ങൾക്കാണ് വേണ്ടത്. എന്റെ റോൾ മോഡൽ കുട്ടികൾക്കാണ് വേണ്ടത്.
ഇത് ഞങ്ങളുടെയൊക്കെ വളരെ 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 നിങ്ങൾക്കത് വളരെ ശുഷ്കമായ ഒരു കാലമായിരുന്നു നമുക്ക്. പിന്നെ നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നല്ല ടീച്ചറാവണം, വേറൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് എനിക്ക് ലൈബ്രറിയൻ ആവാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു, സയൻറ്റിസ്റ്റ് ആവാനൊക്കെ ആഗ്രഹിച്ചു, ടീച്ചർ ആവാനൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു ലൈബ്രറിയൻ ആവാൻ പറ്റും. അപ്പം അതുകൊണ്ട് നല്ല അംബിഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക, ഏത് അവസരത്തിലും കയറി പോവാം. അത്രയോ. ആരെങ്കിലും റോൾ മോഡലാക്കാൻ പറ്റുമോ? ഇയാൾക്ക് ഇഷ്ടമുള്ള ഏരിയ ഏതാണ്, ആ ഏരിയയിൽ ഒരാൾ റോൾ മോഡലാക്കി വെക്കുക. അതൊക്കെ നമുക്ക് പേഴ്സണൽ സംഗതികളല്ലേ. നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? Thank you all for the lively session. Now I invite Isaac sir, the person who was behind this beautiful event, for proposing the vote of thanks. ബഹുമാനപ്പെട്ട ശ്രീ PK സുധി, മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, പ്രിയപ്പെട്ട കുട്ടികൾ, ഞാൻ ഈ അടുത്ത കാലത്താണ് ഇവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്കറിയാം, ജൂൺ ലാസ്റ്റിലാണ്. അതിനുശേഷം ഇപ്പോൾ 3-4 മാസം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമാണിത്. മീറ്റ് ജ്യോതർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സെഷൻസ് ഇങ്ങനെ ലൈബ്രറിയിൽ പ്ലാൻ ചെയ്യാറുണ്ട്. ഈ ലൈബ്രറിയിൽ മുമ്പ് നടന്നിട്ടുണ്ടാവാം, പക്ഷേ ഞാൻ വന്നതിന് ശേഷം ആദ്യത്തെ പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് ഇനി നമ്മുടെ മനസ്സിലുണ്ട്. അതിലെല്ലാ കുട്ടികളും, പ്രത്യേകിച്ച് ലീഡേഴ്സ് ക്ലബ് മെമ്പേഴ്സ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായി തോന്നുന്ന സജഷൻസ് പറയാം. പുതിയ എന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം പ്രോഗ്രാംസ്, ഓതേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ഇനിയും ചെയ്യാം. നാഷണൽ ലൈബ്രറിയുമായിട്ട് ബന്ധപ്പെട്ട ബുക്ക് ഫെയറും നിരവധി കോമ്പറ്റീഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ശ്രീ സുധി സാറിനെ എനിക്ക് നേരത്തെ അറിയാം. സെയിം പ്രൊഫഷനാണ്, പലവണ കണ്ടിട്ടുള്ളതും നിരന്തരം ഇന്ററാക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മലയാളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. നിങ്ങൾക്കറിയാവുന്ന മലയാളം വായിക്കുന്നവരാണെങ്കിൽ ബാലസാഹിത്യമായാലും ശാസ്ത്രലേഖനങ്ങളായാലും, പർട്ടിക്കുലർലി യൂറീക്ക മാഗസിൻ അതുപോലുള്ള ശാസ്ത്രമാസികകളിൽ നിരന്തരം എഴുതുന്ന ഒരു വ്യക്തിയാണ്. ന്യൂസ് പേപ്പറുകളിലും മാസികകളിലും എഴുതുകയും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് കുട്ടികളുടെ പുസ്തകങ്ങൾ മലയാളത്തിൽ വളരെ അധികമായിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. നല്ല പുസ്തകങ്ങൾ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ നല്ല പുസ്തകങ്ങൾ നമ്മുടെ സ്വയം കുട്ടികൾക്ക്, ഇപ്പോഴത്തെ കുട്ടികൾ അറിയാൻ നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നവരാണ്. നിരന്തരം പുതിയ കാര്യങ്ങൾ വരുന്നു, നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ നിരന്തരമുള്ള അപ്ഡേറ്റ് അനുസരിച്ച് കഥകൾ എഴുതുകയും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ, റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ കഥകൾ എഴുതുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ശ്രീ PK സുധി. സുധി സാറിന്റെ മകൾ സുധിസാറ് പാലക്കാട് കഴിഞ്ഞ ആഴ്ച വരുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അപ്പൊ സാറിനോട് വന്ന നേരത്തെ സംസാരിച്ചത്, ഞാൻ ട്രാൻസ്ഫർ ആയപ്പോൾ സാറോട് സംസാരിച്ചിരുന്നു. സാറിന് ഞാൻ പറഞ്ഞിരുന്നു പാലക്കാട് ഈ എവിടെയെങ്കിലും വരികയാണെങ്കിൽ അറിയിക്കണം, നമുക്ക് സ്കൂളിൽ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പ്ലാൻ ചെയ്യണം. സാറിനെ വിളിച്ചപ്പോൾ ഭാഗ്യവശാൽ നമുക്കത് കിട്ടി. അപ്പോ നാളെയാണ് നാഷണൽ ലൈബ്രറി വീക്കിന് ഇനാഗുറൽ മീൻസ് ഡേറ്റ് വൈസ്, പക്ഷെ നമ്മൾ ഒരു ദിവസം മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് പോലെ നമ്മൾ നാഷണൽ ലൈബ്രറി വീക്ക് ആഘോഷിക്കുകയാണ്. അപ്പോ തിരുവനന്തപുരത്ത് നിന്നാണ് സാർ വരുന്നത്. സാറിനെ ഇനിയും നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ 4 പുസ്തകങ്ങൾ നമ്മുടെ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. ഞാൻ അതിന് സാറിന്റെ സൈൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സൈൻഡ് കോപ്പി, ആധാർ സൈൻഡ് കോപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊന്ന് സൈൻ ചെയ്തുള്ള നമ്മളായിരുന്നു. അതുപോലെ സാറ് ട്രിവാൻഡ്രത്താണെങ്കിലും നിങ്ങൾ ആ പുസ്തകങ്ങളിലൂടെയും വായനയിലൂടെയും നിരന്തരം ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എഴുത്തിനെ കുറിച്ചും വായനയെ കുറിച്ചും ശാസ്ത്ര സംബന്ധിയായ കാര്യങ്ങളെ കുറിച്ചും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ സാറുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സാറിന് നന്ദി പറയുന്നു.
ഇത്രയും ദൂരം വന്നതിനും കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിനും അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുത്തതിനും വായനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ലൈബ്രറിയെ കുറിച്ചും നമ്മൾ എന്തുകൊണ്ട് ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഐ തിങ്ക് ദീർഘമായിട്ട് തന്നെ സംസാരിച്ചു. അതിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സാറിന് നന്ദി പറയും. എനിക്ക് നന്ദി പറയുന്നത് ഈ രീതിയിൽ നിൽക്കുന്ന കുട്ടികളാണ്. നമ്മുടെ റീഡേഴ്സ് ക്ലബിന്റെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ്. ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്, ഒരുപാട് പേർ. നിങ്ങൾക്കറിയാം, റീഡേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 കുട്ടികൾ ഒതുക്കുന്നില്ല. റീഡേഴ്സ് ക്ലബ് മെമ്പേഴ്സ് എല്ലാവരും ആക്റ്റീവ് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാക്സിമം സമയം നിങ്ങൾക്ക് ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ദിവസം ഒരു തവണയെങ്കിലും ലൈബ്രറി വിസിറ്റ് ചെയ്യുക. ചുമ്മാ പോകുമ്പോൾ വഴിയെ പോകുമ്പോൾ അതോട്ട് കയറുക, ജസ്റ്റ് ഒന്ന് കറങ്ങിട്ടെങ്കിലും പോകുക. ഓക്കെ, സോ ലൈബ്രറി